ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എബ്രായർ 6:1-3. Hebrews chapter 6 verses 1-3. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള മാനസാന്തരം, ദൈവത്തിങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യവചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിക്കുവാൻ ശ്രമിക്കാം. ദൈവം അനുവദിക്കുന്ന പക്ഷം നാം അത് ചെയ്യും. ആമേൻ. നമ്മൾ കഴിഞ്ഞ എല്ലാ പ്രാവശ്യവും വായിച്ച വേദഭാഗം ഇത് തന്നെയാണ്. കാരണം നമ്മൾ അടിസ്ഥാന ഉപദേശങ്ങളിലൂടെ ഒരു വചന ധ്യാനമാണ് നടത്തുന്നത്. ഉപദേശം പഠിപ്പിക്കുകയല്ല, ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലൂടെയൊക്കെ നമ്മളൊന്ന് ഓടിച്ചു നോക്കിയേച്ച് പിന്നെ നമ്മൾ ധ്യാനിക്കുകയാണ്. കാരണം നിങ്ങൾ ലീഡേഴ്സാണ്, അതുകൊണ്ട് തന്നെ അടിസ്ഥാനം പാകാനല്ല ഞാൻ വന്നിരിക്കുന്നത്. അടിസ്ഥാന ഉപദേശങ്ങളിലൂടെ നമ്മളൊരു വചന ധ്യാനം. അപ്പോൾ എല്ലാ പ്രാവശ്യവും ചോദിച്ചതുപോലെ വചനധ്യാനത്തിലേക്ക് കടക്കുമ്പോൾ എന്തായിരിക്കണം നമ്മുടെ പ്രാർത്ഥന? ആരെങ്കിലും ഒരാൾ പറഞ്ഞേ. അതൊക്കെ ഉത്തരങ്ങളൊക്കെ വന്നു തുടങ്ങി അല്ലേ? യോഹന്നാൻ 5:39-40 നമ്മൾ ആദ്യം കണ്ടത് അതാണ്. നമ്മൾ ഫരീശന്മാരെ പോലെ വചനം പഠിക്കാൻ കടന്നു വന്നാൽ ഒരു ഗുണവുമില്ല, അറിവ് പ്രാപിച്ചിട്ടൊരു കാര്യവുമില്ല. വെറുതെ അറിവ് പ്രാപിക്കേണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. അറിവിൽ അങ്ങ് ഒതുക്കരുത് അല്ലേ? ബുദ്ധിപരമായ അറിവ് മാത്രം പോരാ, വചനം പഠിച്ച് നമ്മൾ കർത്താവിലേക്ക് വരണം. അപ്പോൾ അതിന് കർത്താവിലേക്ക് മടങ്ങി വരണം. കർത്താവിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ മടങ്ങി വരണം. അതിനെയാണ് മാനസാന്തരം എന്ന് പറയുന്നത്. മടങ്ങി വന്ന് ചുമ്മാ കർത്താവിൻ്റെ അടുത്ത് നിൽക്കുകയല്ല, കർത്താവിന് കീഴ്പ്പെടണം, സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ വചനധ്യാനം എപ്പോഴും മാനസാന്തരം ഉളവാക്കുവാനും കീഴ്പ്പെടുവാനുമുള്ളൊരു മുഖാന്തരമായിരിക്കണം. എല്ലാ ദിവസവും രാവിലെ വചനം ധ്യാനിക്കുമ്പോൾ, എപ്പോഴൊക്കെ വചനം ധ്യാനിക്കുമ്പോൾ അത് സംഭവിക്കണം. പലപ്പോഴും ഈ പ്രസംഗിക്കുന്നവർ തന്നെ അതിന് തടസ്സമായിട്ട് നിൽക്കും. ഈ ഒരു ഉദ്ദേശമില്ല അവർക്ക്. എന്തെങ്കിലുമൊക്കെ പ്രസംഗിച്ചിട്ട് പോവുക അല്ലേ? ഈ ആദ്യം ഞാൻ തന്നെ ഇത് പറയുന്നത് ഞാനും ഇത് ഓർക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് കുറേ അറിവ് പകർന്നിട്ട് പോകാനല്ല. ഇപ്പോൾ ബുധനാഴ്ചത്തെ ബൈബിൾ സ്റ്റഡി അറിവ് കൊടുക്കാനാണ്. കാരണം അവർക്ക് അറിവില്ല, അവർ അജ്ഞതയിൽ കിടക്കുകയാണ്. അപ്പോൾ അവർക്ക് അറിവ് പകർന്നു കൊടുക്കണം. അതുകൊണ്ട് തന്നെ അതിൽ കുറച്ചുകൂടെയൊക്കെ കാര്യങ്ങൾ കുറേ പറഞ്ഞു പോകാറുണ്ട്. ഇവിടെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ സമയം എടുക്കുന്നില്ല. ഉണ്ട്, പറയും. പക്ഷേ ഉദ്ദേശം ആത്മീയ ധ്യാനത്തിലാണ്. ഇതെൻ്റെ ആത്മീയതയെ, എൻ്റെ കർത്താവുമായുള്ള ബന്ധത്തെ എങ്ങനെയൊക്കെ ഇത് ബാധിക്കുന്നു എന്നുള്ളത് ധ്യാനിക്കാനാണ് നമ്മൾ കൂടി വരുന്നത്. കാരണം നിങ്ങൾ ലീഡേഴ്സാണ്, നിങ്ങൾ മറ്റുള്ളവരെ വളർത്തേണ്ടവരാണ്. അപ്പോൾ എബ്രായർ 6:1-3 അവിടെ 6 അടിസ്ഥാന ഉപദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇന്ന് വായിച്ചത് നമ്മൾ ആദ്യം മാനസാന്തരം, നിർജീവ പ്രവർത്തികളിൽ നിന്നുള്ള മാനസാന്തരം, പിന്നീട് ദൈവത്തിലുള്ള വിശ്വാസം, അതെല്ലാം നമ്മൾ കഴിഞ്ഞ മാസങ്ങളിൽ കണ്ടു. അടുത്ത അവിടെ പറഞ്ഞിരിക്കുന്നത് സ്നാനങ്ങൾ എന്നാണ്. മലയാളത്തിൽ സ്നാനങ്ങൾ, ഇംഗ്ലീഷിൽ ഇൻസ്ട്രക്ഷൻസ് അബൌട്ട് വാഷിങ്സ് അല്ലെങ്കിൽ ക്ലെൻസിങ്സ് എന്നൊക്കെ ആയിരിക്കും. പക്ഷേ അവിടുത്തെ മൂലഭാഷ യവന ഭാഷയിൽ അത് സ്നാനം, ബാപ്റ്റിസ്മോസ് എന്ന യവന പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്, കാരണം ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് വേറെ കഴുകലും ഒന്നുമില്ല. യഹൂദന് അതൊക്കെ ഉണ്ട്, കഴുകൽ ശുശ്രൂഷകൾ. ഇവിടെ അടിസ്ഥാനപരമായ ഉപദേശം എന്ന് പറഞ്ഞ് കഴുകൽ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? സ്നാനത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇവിടെ സ്നാനം എന്നും അല്ല പറഞ്ഞിരിക്കുന്നത്, സ്നാനങ്ങൾ. കേട്ടോ, ഇത് ബഹുവചനമാണ് അവിടെ. അപ്പോൾ ഒന്നിൽ കൂടുതൽ സ്നാനം ക്രിസ്തീയ ജീവിതത്തിലുണ്ട്. അത് എല്ലാവർക്കും അറിയാമല്ലോ. ഒന്ന് ജലസ്നാനം, മറ്റേത് ആത്മസ്നാനം. അപ്പോൾ ഇനിയുള്ള 2-3 മാസം അത് നോക്കാം എങ്ങനെ പോകുന്നതെന്നനുസരിച്ച്. നമ്മൾ സ്നാനത്തെക്കുറിച്ചാണ് ധ്യാനിക്കുവാനായിട്ട് പോവുകയാണ്. ഇന്ന് നമ്മുടെ വിഷയം ജലസ്നാനമാണ്. അപ്പോൾ ജലസ്നാനത്തെക്കുറിച്ച് നമ്മൾ ഇന്ന് വചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ധ്യാനിക്കുവാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യമേ ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയട്ടെ, ജലസ്നാനത്തിൻ്റെ ബാപ്റ്റിസം ക്ലാസ് അല്ലേ ഇത്? സ്നാനം എടുക്കുന്നതിന് മുമ്പേ സ്നാനത്തെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നത് ചില കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്യും. അങ്ങനെ നമുക്കത് കവർ ചെയ്യാതെ പറ്റത്തുമില്ല. പക്ഷേ എൻ്റെ ഉദ്ദേശം ബാപ്റ്റിസത്തിൻ്റെ ആത്മീയ വശമാണ്. അത് പലപ്പോഴും ഈ ബാപ്റ്റിസം ക്ലാസ്സിൽ പോലും ചുമ്മാ ഓടിച്ചങ്ങ് പറഞ്ഞു വിടും. അതുകൊണ്ട് തന്നെ സ്നാനപ്പെട്ട പല വിശ്വാസികൾക്കും ഈ സ്നാനം കഴിഞ്ഞതിന് ശേഷം ഈ സ്നാനവും ക്രിസ്തീയ ജീവിതമായിട്ട് ഒരു ബന്ധവുമില്ല. ചുമ്മാ പറയാൻ കൊള്ളാം സ്നാനപ്പെട്ടു, അല്ലെ ഒരു ടാഗാണ്. അല്ലെങ്കിൽ ഇനി എനിക്ക് കർത്തൃമേശയിൽ പങ്കെടുക്കാം, അത്രയേ ഉള്ളൂ. അല്ലാതെ ദൈനംദിന ക്രിസ്തീയ ജീവിതത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല അല്ലേ? സ്നാനം എത്ര പേര് ചിന്തിക്കാറുണ്ട്? വേറെ ആരെങ്കിലും സ്നാനപ്പെടുമ്പം ഞാൻ എന്നോ ഒരു ദിവസം സ്നാനപ്പെട്ടല്ലോ, അല്ലെ ആ സ്നാനപ്പെട്ട ദിവസം വരുമ്പോൾ അന്ന് ഓർക്കും, വാർഷികം. എന്നാൽ സ്നാനം പുതിയ നിയമത്തിൽ അങ്ങനല്ല, പലപ്പോഴും ഓർക്കേണ്ട കാര്യമല്ല.
ശരി, അപ്പോൾ ആദ്യം തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ വാക്ക് സ്നാനങ്ങൾ, അല്ലെങ്കിൽ ഈ ഇംഗ്ലീഷിലൊക്കെ ബാപ്റ്റിസം എന്ന് പറയുന്ന ആ വാക്കിനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. കാരണം ഇതൊക്കെ ഇന്നത്തെ ഈ വിഷയം ഒരു തർക്ക വിഷയമാണ് അല്ലേ. സ്നാനം ഒരു സഭകൾ തമ്മിൽ തർക്കിക്കുന്ന ഒരു വിഷയമാണ്. പല വിധത്തിലുള്ള സമ്പ്രദായങ്ങളും പാരമ്പര്യങ്ങളും നിറയെ പാലിക്കപ്പെടുന്നൊരു വിഷയമാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഒരുപാട് ദുരുപദേശം ഇതിനകത്തുണ്ട്. എല്ലാ ദുരുപദേശത്തിനെ കുറിച്ചും പഠിപ്പിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ നാളെയാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ദുരുപദേശത്തിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ദുരുപദേശത്തിൻ്റെ എല്ലാ മറുപടിയും ഇന്ന് പഠിപ്പിക്കുന്നതിനകത്തുണ്ട്. അത് നിങ്ങൾ തന്നെ വീട്ടിൽ പോയി ധ്യാനിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ വാക്ക്, ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഈ വാക്ക് ബാപ്റ്റിസ്മോസ് എന്ന് യവന ഭാഷയെ പറയും. ആ വാക്കിൻ്റെ അർത്ഥം തന്നെ, അതായത് വെറും വാക്ക്, അല്ലാതെ ബൈബിളിലെ അർത്ഥം എന്നുള്ള രീതിയിലല്ല. ഇപ്പം നമ്മൾ ഗ്രീസിൽ പോയി കഴിഞ്ഞാൽ, യവനന്മാരുടെ പോയാൽ അവർ ഈ വാക്ക് ഇന്നും ഉപയോഗിക്കുന്നുണ്ട്. അത് സഭയ്ക്കാത്ത കാര്യമല്ല, അവരുടെ ഒരു നിരന്തരം ഉപയോഗിക്കുന്നൊരു ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുക്കുക അല്ലേ. കപ്പൽ മുങ്ങിപ്പോയി എന്ന് അവർ യവന ഭാഷയിലെ ഒരു പത്രത്തിൽ, നാളത്തെ പത്രത്തിൽ വരികയാണെങ്കിൽ അവരെന്ത് പറയും? ആ കപ്പൽ ബാപ്റ്റിസമായി, കപ്പൽ ബാപ്റ്റൈസ്ഡ് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അത് മുങ്ങുക അല്ലെങ്കിൽ മുക്കുക എന്നുള്ള അർത്ഥമാണത്. അതായത് ഖരവസ്തു എന്ന് പറഞ്ഞാൽ അറിയാം എല്ലാവർക്കും, സോളിഡ്സ് എന്നോ, അതായത് കട്ടിയുള്ള ഖരവസ്തു ഒരു ദ്രാവകത്തിനകത്ത് മുക്കുന്നതിനെ, ഒരു ലിക്വിഡിനകത്ത് മുക്കുന്നതിനെയാണ് ബാപ്റ്റിസം എന്നുള്ള വാക്ക്. ഈ ഇംഗ്ലണ്ടിലെ ഈ വാക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് എതിരെ നിയമം കൊണ്ടുവന്നു സഭ. ബൈബിൾ സൊസൈറ്റിയിൽ അങ്ങനെ ഒരു നിയമം തന്നെ ഉണ്ട്. ഒരു ട്രാൻസ്ലേഷനിൽ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പാടില്ല. കാരണം ട്രാൻസ്ലേറ്റ് ചെയ്ത ആളുകൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കും. അങ്ങനെ മനസ്സിലാക്കരുത് എന്നതുള്ളത് കൊണ്ടാണ് ഈ യവന ഭാഷ ട്രാൻസ്ലിട്രേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. ബാപ്റ്റിസം എന്നുള്ളത് യവന ഭാഷയിലെ സ്പെല്ലിംഗ് എടുത്തിട്ട് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് ആർക്കും അറിഞ്ഞൂടെ എന്തോ അതിൻ്റെ അർത്ഥം എന്നുള്ളത് അല്ലേ. ഇപ്പം മലയാളത്തിൽ ഒരു വാക്കെടുത്ത് ഞാൻ അതുപോലെ ഇംഗ്ലീഷിൽ എഴുതി വെച്ച ഒരു ഇംഗ്ലീഷ് വാക്കാക്കി. ഇംഗ്ലണ്ടിലുള്ള ഒരുത്തനും ഇത് മനസ്സിലാകും, എന്തുവാണ് ഈ വെച്ച എന്ന് പറഞ്ഞതുപോലെ വേറൊരു ഭാഷയിലെ വാക്കെടുത്ത് തർജിമ ചെയ്യാതെ ആ ഭാഷയിലെ സ്പെല്ലിംഗ് എടുത്ത് എൻ്റെ ഭാഷയിലാക്കി ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ട് തന്നെ ബാപ്റ്റിസം പലർക്കും അറിഞ്ഞൂടെ എന്താണെന്നുള്ളത്. പക്ഷേ അതിൻ്റെ അർത്ഥം ഇതാണ്, മുങ്ങുക അല്ലെങ്കിൽ മുക്കുക, അല്ലാതെ തളിക്കുകയല്ല. തളിക്കുക എന്നുള്ള വാക്കിന് യവന ഭാഷയുണ്ട്, ബൈബിളിൽ പലയിടത്തും ഉപയോഗിച്ചിട്ടുണ്ട്. എബ്രായ ഭാഷയിലൊക്കെ തളിക്കുക, രക്തം തളിച്ചു, അങ്ങനെ തളിക്കുക എന്നുള്ളതിന് വേറൊരു വാക്കുണ്ടത് യവന ഭാഷയിൽ. അത് നമ്മുടെ ബൈബിളിൽ തന്നെ ഉണ്ട്. മാത്രമല്ല ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ, അതായത് യവന ഭാഷയിൽ കഴിഞ്ഞ 2000 വർഷമായിട്ടുള്ളൊരു സഭയാണ് ഈ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ. അവർക്ക് നന്നായിട്ട് ഗ്രീക്ക് അറിയാം. അവരുടെ സഭയിൽ ഇന്നേ വരെ ഏത് ബാപ്റ്റിസം ആയാലും, ശിശു സ്നാനമായാലും അല്ല മുതിർന്നവരുടെ സ്നാനമായാലും എങ്ങനെയാണ് മുക്കിയാണ് ചെയ്യുന്നത്. കണ്ടിട്ടുണ്ടോ ആരെങ്കിലും കുഞ്ഞുങ്ങളെ മുക്കുന്ന കണ്ടിട്ടുണ്ടോ? ശിശുക്കളെ എടുത്ത് 3 പ്രാവശ്യം ഒരു കുട്ടകത്തിനകത്തോട്ട് ഒരു ഒറ്റ മുക്കല. കാരണം ബാപ്റ്റിസം മുങ്ങണം. അവർക്ക് ഗ്രീക്ക് അറിയാവുന്നതുകൊണ്ട് ഈ വാക്കിൻ്റെ അർത്ഥം തളിക്കുകയല്ല, തലയിൽ കൂടി ഇങ്ങനെ ചെറിയ മഴത്തുള്ളികൾ തുളിപ്പിക്കുന്ന പരിപാടിയല്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അർത്ഥം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ജലസ്നാനം എന്ന് പറഞ്ഞാൽ ജലത്തിൽ മുങ്ങണം അല്ലേ, നിമഞ്ജനം ചെയ്യാന്നൊക്കെ പറയും, മുങ്ങി നിവരണം. അല്ലാതെ ഈ സഭ പഠിപ്പിച്ചു വച്ചിരിക്കുന്ന, പരമ്പരാഗത സഭകൾ പഠിപ്പിച്ചു വച്ചിരിക്കുന്ന തളിക്കൽ തെറ്റായ ഉപദേശമാണ്. അതിൻ്റെയൊക്കെ ചരിത്രമൊന്നും പറയാൻ എനിക്കിന്ന് സമയമില്ല. ആർക്കെങ്കിലും സംസാരിക്കാം, കുറേ ഉണ്ട് അത് പറയാൻ, എങ്ങനെ ഇതൊക്കെ ഉണ്ടായി, അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നൊക്കെ ഉള്ളത്. ഇനി അത് ആ വാക്കിൻ്റെ അർത്ഥം. ഇനി ബൈബിളിൽ എന്താണ് സ്നാനം, ബാപ്റ്റിസം? ഒന്നാമതായിട്ട് അത് യേശു ക്രിസ്തുവിൻ്റെ ഒരു കൽപ്പനയാണ്. നമുക്കറിയാവുന്ന വാക്യങ്ങളാണേലും വളരെ വേഗത്തിൽ വായിക്കാം. ആരെങ്കിലും ഒരാൾ മർക്കോസിൻ്റെ സുവിശേഷം 16-ാമത്തെ അധ്യായം 15-ഉം 16-ഉം, മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15-ഉം 16-ഉം. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. ഇതാദ്യം പറയണം, ഭൂലോകത്തുള്ള സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. അടുത്ത വാക്യം ഇതിനു ശേഷം സംഭവിക്കുന്ന കാര്യമായിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സുവിശേഷം പ്രസംഗിച്ചതിന് ശേഷം 16-ാം വാക്യം, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്ന. അപ്പോൾ വിശ്വസിക്കണം, അതിനുശേഷം സ്നാനം. അപ്പോൾ ആദ്യം എന്താ? പ്രസംഗം, പിന്നെ വിശ്വാസം, പിന്നെ സ്നാനം. വിശ്വസിക്കുകയും സ്നാനം എടുക്കുന്നവനും രക്ഷിക്കപ്പെടും. ഇത് കർത്താവിൻ്റെ കൽപ്പനയാണ്. അതിനോട് ചേർന്ന് വായിക്കാം മത്തായി 28 18 മുതൽ 20. മഹാനിയോഗം. ഭൂമിയിലെങ്ങും പോയി സുവിശേഷം പ്രസംഗിച്ച് വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുക എന്നുള്ളത് മർക്കോസിൽ കണ്ടു.
മത്തായി 28:18-20. സകല അധികാരവും ലഭിച്ചതിനു ശേഷം യേശു ക്രിസ്തു തൻ്റെ സഭയ്ക്ക് നിയോഗം കൊടുക്കുകയാണ്, കൽപ്പന കൊടുക്കുകയാണ്. പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ടും സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. എനിക്ക് സകല അധികാരം ലഭിച്ചിട്ടുണ്ട്, നിങ്ങളിനി ഭൂലോകത്തുള്ള എല്ലാവരും എന്ത് ചെയ്യണം? ശിഷ്യന്മാരാക്കണം. മർക്കോസിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാവരോടും പോയി സുവിശേഷം അറിയിക്കണം. മത്തായി പറഞ്ഞിരിക്കുന്നത് എല്ലാവരെയും ശിഷ്യന്മാരാക്കണം. അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് വേണം നമ്മളിത് മഹാനിയോഗം മനസ്സിലാക്കാൻ. ഭൂമിയിൽ എല്ലായിടത്തും പോയി സുവിശേഷം അറിയിക്കണം. സുവിശേഷം അറിയിച്ച് വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തി അനുസരിക്കുവാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കണം. അല്ലാതെ അറിവിന് വേണ്ടിയിട്ടല്ല, അനുസരിക്കുവാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കണം. അത് എന്തിൽ കലാശിക്കണം? അവർ ശിഷ്യന്മാരായി മാറണം, യേശു ക്രിസ്തുവിൻ്റെ പാതയിൽ നടക്കുന്നവരായി മാറണം, അവരുടെ സ്വഭാവം ക്രിസ്തുവിനോട് അനുരൂപമായി മാറണം. ഇതാണ് ശുശ്രൂഷയുടെ ആത്യന്തികമായ ലക്ഷ്യം, അല്ലേ? അപ്പോൾ ഇവിടെ രണ്ടിടത്തും പറഞ്ഞിരിക്കുന്ന മനസ്സിലായോ? സ്നാനം കർത്താവിൻ്റെ കൽപ്പനയാണ്. സഭയുടെ പാരമ്പര്യമോ മതപരമായ എന്തെങ്കിലും ഒരു അനുഷ്ഠാനമോ അല്ലാതെ കർത്താവിൻ്റെ കൽപ്പനയാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ വളരെ ചിന്തിക്കണം. കർത്താവിൻ്റെ ഒരു കൽപ്പനയാണ്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, വേണ്ടെങ്കിൽ ചിന്തിക്കാം എന്ന് പറഞ്ഞ് വിട്ടുകളയാൻ പറ്റിയ ഒരു വിഷയമല്ല. ഇത് കർത്താവിൻ്റെ കൽപ്പന മാത്രമല്ല, ഇത് അപ്പോസ്തലന്മാരുടെ ഉപദേശവും മാതൃകയുമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 38-39. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന വാക്യങ്ങളാണ്, പക്ഷേ ആ പഠനമായതുകൊണ്ട് അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 38-39, ഒന്നാമത്തെ സുവിശേഷ പ്രസംഗം പെന്തക്കോസ്ത് നാളിൽ, അതിൻ്റെ അവസാനമാണ് ഈ വേദഭാഗം. അപ്പോസ്തല പ്രവൃത്തികൾ 2:38-39. അപ്പോൾ കണ്ടോ, അവിടെ ഉപദേശം കൊടുക്കുകയാണ്. സുവിശേഷം കേട്ട് കഴിഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചവരോട് മനസാക്ഷിയിൽ കുത്തു വന്നു കഴിഞ്ഞപ്പോൾ, സഹോദരന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ, നിങ്ങൾ മാനസാന്തരപ്പെട്ട് എന്ത് ചെയ്യണം? സ്നാനമേൽക്കണം എന്നവിടെ ഉപദേശം കൊടുക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 16:30-34. ഇത് വെറുതെ ഉപദേശം കൊടുക്കുക മാത്രമല്ല, അവരത് പാലിക്കുകയും ചെയ്തു. മാതൃകയുമായിരുന്നു. ഡോക്ട്രിൻ ആൻഡ് പ്രാക്ടീസ്. അപ്പോസ്തല പ്രവൃത്തികൾ 16:30-34. ഫിലിപ്പിയയിലുള്ള ജയിലർ, അല്ലേ, കാരാഗ്രഹക്കാരൻ ചോദിക്കുകയാണ്, രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോസ്തല പ്രവൃത്തി 2-ലും അത് തന്നെ. പക്ഷേ ഞങ്ങൾ എന്ത് ചെയ്യണം സഹോദരന്മാരെ എന്ന് പത്രോസിനോട് ചോദിച്ചു. ഇവിടെ പൗലോസിനോട് രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്തു ചെയ്യണം? വിശ്വസിക്കുക. നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പിന്നെ അവർ കർത്താവിന്റെ വചനം അവരോടും അവന്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. അത് ശ്രദ്ധിച്ചു കേട്ടോ. അവന്റെ വീട്ടിലുള്ള എല്ലാവരോടും അവർ വചനം പ്രസംഗിച്ചു. അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ളവരെല്ലാവരും താമസിയാതെ സ്നാനമേറ്റു. അവന്റെ വീട്ടിലുള്ള എല്ലാവരും സ്നാനമേറ്റു. പലരും ഈ ശിശു സ്നാനമൊക്കെ വെച്ച് എന്താ പറയുക പറയാൻ വേണ്ടിയിട്ട് ഈ വാക്യം എടുക്കും. പക്ഷെ അത് കണ്ടോ, അവിടെ ആദ്യം ഈ വീട്ടിലുള്ള എല്ലാവരോടും ആദ്യം പ്രസംഗിച്ചു. പ്രസംഗിക്കാത്ത ആരോടും, സുവിശേഷം അറിയിക്കാത്ത ആരെയും അല്ലെങ്കിൽ വിശ്വസിക്കാത്ത ആരെയും പിടിച്ചവിടെ സ്നാനപ്പെടുത്തിയില്ല. ആദ്യം വചനം കൊടുത്തു. അപ്പോൾ വചനം കേട്ട് മനസ്സിലാക്കാവുന്നവരെ ആ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ വാവകളൊന്നും ഇല്ലായിരുന്നു ആ വീട്ടിൽ. വീട്ടിലുള്ള എല്ലാവർക്കും വചനം കൊടുത്തു. അത് കഴിഞ്ഞ് അവൻ ആ രാത്രിയിൽ തന്നെ അവരെ സ്നാനപ്പെടുത്തി. ബാക്കി 34 വരെ ഒന്ന് വായിക്കാം. പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു. ദൈവത്തെ വിശ്വസിച്ചതിൽ വീടടക്കം ആനന്ദിച്ചു. അപ്പോൾ കണ്ടോ, വിശ്വാസത്തോടെ ചേർന്ന്. അപ്പോൾ കണ്ടോ, അപ്പോസ്തലന്മാർ ഉപദേശിക്കുക മാത്രമല്ല പ്രവർത്തിക്കുകയും കൂടെ ചെയ്ത മാതൃകയും കൂടാണ്. അപ്പോൾ കർത്താവിൻ്റെ കൽപ്പനയാണ്. അപ്പോസ്തോലിക സഭ ഉപദേശിക്കുകയും എന്താ പറയുക മാതൃകയായിട്ട് പാലിച്ചു പോയതുമാണ് സ്നാനം. മൂന്നാമതായിട്ട് സ്നാനത്തിൻ്റെ കാര്യം നമ്മൾ നേരത്തെ മത്തായി 28 കണ്ടു, വായിക്കുന്നില്ല. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങൾ സ്നാനം കൊടുക്കണം.
അതായത് ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിലാണ് ശരിയായ സ്നാനം. അപ്പോൾ അവിടെ കണ്ടോ, ത്രിയേക ദൈവം നിങ്ങൾ കാണുന്നുണ്ടോ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമങ്ങളിൽ എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, നാമമേ ഉള്ളൂ, അല്ലേ? അപ്പോൾ ഒരു നാമമേ ഉള്ളൂ, ഒരു ദൈവമേ ഉള്ളൂ. പക്ഷേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് എന്ന 3 ആളത്വങ്ങളുണ്ട്. ഇംഗ്ലീഷിലാണെങ്കിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഈസ് ദെയർ. ദ ഫാദർ, ദ സൺ, ദ ഹോളി സ്പിരിറ്റ്. ഗ്രീക്കിലും അങ്ങനെ തന്നെ. മലയാളത്തിൽ പിന്നെ നമുക്ക് അങ്ങനെ ഒരു സമ്പ്രദായമില്ല, ആർട്ടിക്കിൾ സമ്പ്രദായമില്ല. പക്ഷേ പിതാവിനും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അപ്പോൾ ഒരു ദൈവം, 3 ആളത്വങ്ങൾ, 3 പേരും തുല്യരുമാണ്. അല്ലാതെ പിതാവ് കൂടിയ ദൈവം പിന്നെ 2 ചിഹ്ന ദൈവമല്ല. ചിലരൊക്കെ അങ്ങനെ ചിന്തിച്ച് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പിതാവ് 1/3, പുത്രൻ 1/3, പരിശുദ്ധാത്മ 1/3, എല്ലാവരും കൂടി മിക്സിയിലിട്ട് അരച്ചാൽ ദൈവമായി. അങ്ങനെ ഇൻഗ്രീഡിയൻസും അല്ല അവർ. നമ്മൾ കറിക്ക് ചമ്മന്തി അരയ്ക്കുന്ന പോലെയല്ല. അവർ കോ ഈക്വലാണ്, അവർ തുല്യരാണ്, തുല്യമായിട്ട്. അതായത് പിതാവ് 100% ദൈവത്വമുള്ളവനാണ്. പിതാവ് 100% ദൈവമാണ്, പുത്രനും 100% ദൈവമാണ്, പരിശുദ്ധാത്മാവും 100% ദൈവമാണ്. പക്ഷേ ഒരു ദൈവമേ ഉള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കുവാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതിപ്പോൾ ഒരു ഉറുമ്പിന് മനുഷ്യനെക്കുറിച്ച് പറഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തില്ലെന്ന് പറയുന്ന പോലെ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണെങ്കിലും വിശ്വസിക്കാൻ കഴിയും. അപ്പോൾ ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു. അപ്പം മത്തായി 28:19 അത് കാണാം. എന്നാൽ സ്നാനപ്പെടുന്നത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലേക്കാണ്. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ വി ആർ ബാപ്റ്റൈസ്ഡ് ഇൻ ദ നെയിം ഓഫ് ദ ട്രയൂൺ ഗോഡ്, ബട്ട് വി ആർ ബാപ്റ്റൈസ്ഡ് ഇൻ ടു ജീസസ്. അതറിയാമോ? യേശുക്രിസ്തുവിലേക്കാണ് നാം സ്നാനപ്പെടുന്നത്. ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിലാണേലും ക്രിസ്തുവിലേക്കാണ് നമ്മൾ സ്നാനപ്പെടുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 8:16. അപ്പോസ്തല പ്രവൃത്തികൾ 8:16. അന്ന് വരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റുന്നതേ ഉള്ളൂ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റതുള്ളൂ. ഇത് കേട്ടാൽ തോന്നും ത്രിയേക നാമം വേണ്ടെന്ന്. ഈ യേശുനാമം മാത്രം എന്ന് പറയുന്ന ദുരുപദേശക്കാർ ഇങ്ങനത്തെ വാക്യങ്ങളാണ് എടുത്തു വെച്ച്. അത് ത്രിയേക നാമത്തിന് പകരമല്ല, യേശു ക്രിസ്തുവിങ്കലേക്ക്, ഇൻ ടു ജീസസ് ക്രൈസ്റ്റ്. ശരി, അടുത്ത അപ്പോസ്തല പ്രവൃത്തികൾ 10:48. കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ പത്രോസ് അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുവാൻ കൽപ്പിച്ചു. യേശുക്രിസ്തുവിന്റെ നാമത്തിലേക്ക് സ്നാനം കഴിപ്പിക്കുവാൻ കൽപ്പിച്ചു. 19:5. അപ്പോസ്തല പ്രവൃത്തികൾ 19:5. എഫെസോസിലെത്തിയപ്പോഴുള്ള ശിഷ്യന്മാർ. കേട്ടോ, ഇവിടെയെല്ലാം മലയാളം ബൈബിൾ വായിച്ചാൽ വലിയ കൺഫ്യൂഷൻ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, അപ്പോൾ പിന്നെ അങ്ങ് വിടാല്ലേ പിതാവും പരിശുദ്ധാത്മാവും ഒക്കെ. ഇംഗ്ലീഷ് ബൈബിളിൽ പലയിടത്തും അത് കുറച്ചുകൂടെ വ്യക്തമാണ്, ഇൻ ടു ജീസസ് എന്നാണ്. യവന ഭാഷയിലും അത് മനസ്സിലാക്കാം. എന്നാലും അത് പ്രപ്പോസിഷനിൽ മാത്രം മനസ്സിലാക്കേണ്ട ഒരു കാര്യമല്ല. അത് ബാപ്റ്റിസത്തെക്കുറിച്ചുള്ള ഇനിയുള്ള നമ്മൾ പഠിക്കാൻ പോകുന്ന ആത്മീയ പാഠങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. കർത്താവുമായിട്ട് ഏകീഭവിക്കുന്നതാണ് സ്നാനം. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ നാമത്തിലേക്ക്, അവനിലേക്ക് നമ്മൾ ഒന്നിക്കുന്നതാണ്, അവനുമായിട്ടൊരു ബന്ധത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നതാണ് സ്നാനം സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. എന്നാൽ നമ്മൾ യേശുവുമായിട്ടാണ് ഏകീഭവിക്കുന്നത്. വി ആർ യുണൈറ്റഡ് ടു ജീസസ്, ബട്ട് വി ആർ ബാപ്റ്റൈസ്ഡ് ഇൻ ദ നെയിം ഓഫ് ദ ട്രയൂൺ ഗോഡ്. അപ്പോൾ എന്താണ് ഈ സ്നാനം? കർത്താവിൻ്റെ കൽപ്പനയാണ്, അപ്പോസ്തല സഭയുടെ ഉപദേശവും മാതൃകയുമാണ്. ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ യേശു ക്രിസ്തുവുമായുള്ള ഏകീഭവിക്കലാണ്. ഇതെല്ലാം ഈ വെള്ളത്തിൽ മുങ്ങി നിവരുമ്പോൾ വെളിപ്പെട്ട് വരികയാണ്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടൊരു കാര്യം മനസ്സിലാക്കണം, ഈ സ്നാനം എന്ന് പറയുന്നത് ഒരു അടയാളമാണ്, അല്ലേ? ബാഹ്യമായ ഒരു അടയാളമാണ്, പക്ഷെ അത് സൂചിപ്പിക്കുന്നത് ആത്മീകമായ ഒരു യാഥാർത്ഥ്യമാണ്, അല്ലേ? അത് സ്നാനം, പിന്നെ കർത്തൃമേശയൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ബാഹ്യമായ അടയാളമാണ്, പക്ഷെ വെറുമൊരു അടയാളമല്ല. ഇറ്റ്സ് നോട്ട് എ ബെയർ സിമ്പിൾ. അത് അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്, അത് തെറ്റാ. ഇതിനകത്തൊരു ആത്മീയ യാഥാർത്ഥ്യം, ആത്മീയ സത്യം മാത്രമല്ല, ആത്മീയ യാഥാർത്ഥ്യവും അടങ്ങിയിട്ടുണ്ട്. അത് പോകെ പോകെ നിങ്ങൾക്കത് മനസ്സിലാകാം. ഇനിയും ഒരു വിഷയം കൂടെ നമുക്കിത് നോക്കിയിട്ടേ ആത്മീയ വശത്തിലേക്ക് നീങ്ങാൻ പറ്റത്തുള്ളൂ. ആർക്ക് സ്നാനപ്പെടാം, അല്ലേ? അത് വളരെ വേഗത്തിൽ നമുക്ക് നോക്കാം. 7 വിശദീകരണങ്ങൾ ബൈബിളിൽ നമുക്ക് കാണാം. മർക്കോസിൻ്റെ 16:16 നമ്മൾ ഓൾറെഡി വായിച്ചു, അതുകൊണ്ട് അത് വായിക്കുന്നില്ല. ബാക്കിയെല്ലാം അപ്പോസ്തല പ്രവൃത്തികളിലാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് എടുത്തു നോക്കാൻ വളരെ എളുപ്പമാണ്. ഒരു സഹോദരൻ വായിക്കും. നമ്മൾ 7 കാര്യങ്ങൾ കാണാൻ പോകണം. 7 വിശദീകരണങ്ങൾ ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ആര് സ്നാനപ്പെട്ടെന്ന്. അപ്പോൾ പിന്നെ അതിൽ തർക്കമില്ലല്ലോ. അപ്പോസ്തല പ്രവൃത്തികൾ 2:41.
അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. പത്രോസ് പെന്തക്കോസ്ത് നാളിൽ പ്രസംഗിച്ചതിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ അപ്പോൾ വാക്ക് കൈക്കൊള്ളാത്തവരൊന്നും സ്നാനപ്പെട്ടില്ല. അടുത്തത് രണ്ടാമതായിട്ട് അപ്പോസ്തല പ്രവൃത്തികൾ 2:38-39. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുകയും. അപ്പോൾ അവിടെ ആ വാക്ക് കൈക്കൊണ്ടു എന്ന് പറയുമ്പോൾ എന്തായിരുന്നു ആ വാക്ക്? മാനസാന്തരപ്പെടുക എന്നുള്ളത്. അപ്പോൾ മാനസാന്തരപ്പെട്ടവരായിരുന്നു എന്താ ചെയ്തത്? സ്നാനപ്പെട്ടവർ. വാക്ക് കൈക്കൊണ്ടവർ, മാനസാന്തരപ്പെട്ടവർ. അപ്പോസ്തല പ്രവൃത്തികൾ 8:12-13. അപ്പോസ്തല പ്രവൃത്തികൾ 8:12-13. സുവിശേഷം വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും, അപ്പൊ സ്ത്രീകൾക്കും സ്നാനം കൊടുക്കും, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും. പക്ഷെ ആരാത്? സുവിശേഷം കേട്ട് യേശു ക്രിസ്തുവിൻ്റെയും ദൈവരാജ്യത്തിൻ്റെയും സുവിശേഷം കേട്ടു വിശ്വസിച്ചവർ സ്നാനപ്പെട്ടു. അതാണ് മൂന്നാമത്തെ വിശദീകരണം. നാലാമത്തേത് അപ്പോസ്തല പ്രവൃത്തികൾ 8:35-38. ഷണ്ണന്റെ കാര്യമാണ് അവിടെ, ഇത്യോപ്യ. നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം. കണ്ടോ, എന്താണ് എന്നെ സ്നാനമെടുക്കുന്നതെന്ന് തടയുന്നതെന്ന് ചോദിച്ചപ്പോൾ നീ പൂർണ്ണ ഹൃദയത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ സ്നാനമെടുക്കാം. അപ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ. അപ്പോൾ അടുത്ത വാക്യം കൂടെ വായിക്കാം, അവൻ്റെ മറുപടി. വെള്ളത്തിലിറങ്ങി മുക്കി വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ അതാണ് അവസാനം. അപ്പോൾ എന്ത് ചെയ്തവനെയാ സ്നാനപ്പെടുത്തിയ? യേശുവിനെ ദൈവപുത്രനെന്ന് വിശ്വസിച്ചവൻ. നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നവർ. In some translations it might be in the footnote. There is a textual manuscript issued. അടുത്തത് അപ്പോസ്തല പ്രവൃത്തികൾ 18:8. പള്ളിപ്രമാണിയായ ക്രിസ്തുസ് തന്റെ സകല കുടുംബത്തോടും കൂടെ കർത്താവിൽ വിശ്വസിച്ചു. കൊരിന്ത്യരിൽ അനേകർ വചനം കേട്ട് വിശ്വസിച്ച് സ്നാനമേറ്റു. വചനം കേട്ട് കർത്താവിൽ വിശ്വസിച്ചവരെ സ്നാനപ്പെടുത്തി. എല്ലായിടത്തും ഒരേ കാര്യം തന്നെ നമ്മൾ വായിക്കുന്നത്. അടുത്ത അപ്പോസ്തല പ്രവൃത്തികൾ 16:14-15. ലുദിയയുടെ സ്നാനത്തിന്റെ 16:14-15. വിൽക്കുന്നവളുമായി ലുദിയ എന്നു പേരുള്ള ദൈവഭക്തയായ സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. വചനം ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയത്തെ തുറന്നു. അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം അപ്പൊ അവൾ കണ്ടോ, വചനം കൈക്കൊണ്ടവളെ സ്നാനമേൽപ്പിച്ചു, അല്ലേ? അപ്പൊ അവിടെയും വചനം കൈക്കൊണ്ടവരെ ആ സ്നാനം വെച്ചു. ഇനി അടുത്തത് അപ്പോസ്തല പ്രവൃത്തികൾ 22:16. പൗലോസിന്റെ സ്നാനത്തെ കുറിച്ചാണ് അവിടെ. പൗലോസ് നമുക്കറിയാലോ, കണ്ണ് കാണാതെ 3 ദിവസം കാത്തിരുന്നപ്പോൾ അനന്യാസ് വന്ന ആ സംഭവമാണ്. അനന്യാസ് പൗലോസിനോട് എന്താ പറഞ്ഞേ? അപ്പോസ്തല പ്രവൃത്തികൾ 22:16. എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ചപേക്ഷിച്ച് സ്നാനപ്പെടുക. കണ്ടോ, അപ്പൊ വിളിച്ചപേക്ഷിക്കുന്നവരെയാണ് സ്നാനപ്പെടുത്തുക. അപ്പോൾ 7 കാര്യങ്ങൾ നമ്മൾ കണ്ടു. 7 പല പല കാര്യങ്ങളല്ല, ഒരേ യാഥാർത്ഥ്യം വിളിച്ചറിയിക്കുന്ന 7 വിശദീകരണങ്ങൾ. 7 descriptions which prove one point. എന്താണ്? ആരാണ് സ്നാനപ്പെട്ടത്? Those who had received his word. അവൻ്റെ വചനം കൈക്കൊണ്ടവർ, അവരുടെ പാപങ്ങൾ മാനസാന്തരപ്പെട്ടവർ, സുവിശേഷം വിശ്വസിച്ചവർ, പൂർണ്ണ ഹൃദയത്തോടെ യേശുവിൽ വിശ്വസിച്ചവർ, വചനം കേട്ട് കർത്താവിൽ വിശ്വസിച്ചവർ, വചനം സ്വീകരിപ്പാൻ ദൈവം ഹൃദയം തുറന്ന് സുവിശേഷത്തോട് പ്രതികരിച്ചവർ, അവസാനം യേശുവിനെ വിളിച്ചപേക്ഷിച്ചവർ. എന്ത് വിളിച്ചപേക്ഷിച്ചു? എൻ്റെ പാപത്തിൽ നിന്ന് തന്നെ കഴുകണമെന്ന്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? വിശ്വാസികൾക്കാണ് സ്നാനം പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത ശിശുക്കൾക്ക് സ്നാനപ്പെടാൻ തിരുവെഴുത്തിലെ സ്നാനം പറ്റത്തില്ല. സഭ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്നാനമൊക്കെ പറ്റും. പക്ഷേ തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന സ്നാനം അതിൻ്റെ സ്വഭാവം വെച്ച് തന്നെ നമുക്ക് പറയാം ഇത് പറ്റത്തില്ലെന്ന്, അല്ലേ? ഇപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, വണ്ടി ഓടിക്കാൻ എന്ത് വേണം? അത് ലൈസൻസ് എടുക്കണം. എങ്ങനെ ലൈസൻസ് എടുക്കുന്നത്? അത് 2 വീലറാണെങ്കിൽ പോയിട്ട് 8 വരയ്ക്കണം. ഇത് പറയുമ്പോഴേ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം 1 വയസ്സുള്ള ഒരു കൊച്ചിന് പറ്റത്തില്ല.
അത് 1 വയസ്സുള്ള കൊച്ചിന് പറ്റത്തില്ലെന്ന് അവിടെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയേണ്ട ആവശ്യമില്ല. സാമാന്യ ബുദ്ധിയാണ്. 8 വരയ്ക്കാൻ, വണ്ടി ഓടിക്കുവാൻ കുഞ്ഞുങ്ങൾക്ക് പറ്റത്തില്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തരുതെന്നൊരു വാക്യം ഇല്ലല്ലോ. നിങ്ങൾ ആർഗ്യുമെൻറ്റ് ഫ്രം സൈലൻസ്, മൗനമായിരിക്കുന്ന ഭാഗങ്ങളിൽ നിങ്ങൾ ഉപദേശം ഉണ്ടാക്കുക എന്ന് ചിലർ പറയും. അയ്യോ, ഇത് വെറും സാമാന്യ ബുദ്ധിയാണ്, ഇതൊന്നും കുഞ്ഞുങ്ങളെ കൊണ്ട് പറ്റത്തില്ല. കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ ശിശുക്കൾ. കുഞ്ഞുങ്ങൾക്ക് പറ്റുമായിരിക്കും. 5 വയസ്സോ 6 വയസ്സുള്ളവരൊക്കെ ചിലർ രക്ഷിക്കപ്പെടും, അല്ലേ? എൻ്റെ ആത്മീയ പിതാവ് 7 വയസ്സ് രക്ഷിക്കപ്പെട്ടു. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ ശിശുക്കളുടെ കാര്യമായി പറയുന്നത്, മനസ്സിലായില്ലേ? വചനം കേട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ശിശു ഉണ്ടെങ്കിൽ ആ ശിശുവിനെ നമുക്ക് മുക്കാം. പക്ഷേ നമുക്കറിയാം ശിശുക്കൾക്ക് ഇതൊന്നും പറ്റത്തില്ല, അല്ലേ? അപ്പോൾ എന്തു മനസ്സിലായി നമുക്ക്? എല്ലാ വിശ്വാസികളും സ്നാനപ്പെടുവാൻ ഒരു കൽപ്പനയുണ്ട്. മാത്രമല്ല, വിശ്വാസികൾക്ക് മാത്രമുള്ള കൽപ്പനയാണ് സ്നാനം, അല്ലേ? 2 കാര്യവും നമുക്ക് പറയാം. എല്ലാ വിശ്വാസികളും സ്നാനപ്പെട്ടിരിക്കണം. സ്നാനപ്പെടാത്ത ഒരു വിശ്വാസി, സ്നാനപ്പെടാത്ത ഒരു സഭാ അംഗം പുതിയ നിയമത്തിൽ വിഭാവന ചെയ്യാൻ പോലും പറ്റത്തില്ല. രണ്ടാമതായിട്ട് വിശ്വാസികൾക്ക് മാത്രമായി പറഞ്ഞിരിക്കുന്നതാണ് സ്നാനം. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ ഈ വായിച്ച 7 കാര്യങ്ങളും നമുക്ക് മനുഷ്യൻ എന്ത് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി, അല്ലേ? മനുഷ്യൻ സുവിശേഷം കൈക്കൊള്ളണം, മാനസാന്തരപ്പെടണം, യേശു കർത്താവാണെന്നും ദൈവപുത്രനാണെന്നും വിശ്വസിച്ച് നമ്മുടെ പാപങ്ങൾ അവനാൽ കഴുകപ്പെടുവാൻ അവനെ വിളിച്ചപേക്ഷിക്കണം. ഇതെല്ലാം മനുഷ്യൻ ചെയ്യുന്നതാണ്. മനുഷ്യൻ ചെയ്യുന്നതിനോട് ദൈവം പ്രതികരിക്കുന്നുണ്ട്. അതാണ് രക്ഷ, അല്ലേ? അപ്പോൾ ഇനി നമ്മൾ ദൈവം എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ സ്നാനത്തിൻ്റെ അകത്തടങ്ങിയിരിക്കുന്ന ആത്മീയ ശുശ്രൂഷ എന്തെന്നൊന്ന് മനസ്സിലായി. എന്താണ് സ്നാനത്തിൽ സംഭവിക്കുന്നത്? വെറുതെ കുറച്ച് വെള്ളത്തിൽ മുങ്ങി നമ്മൾ നിവരുകയല്ല. അത് ചിലരൊക്കെ എന്നും ചെയ്യുന്നുണ്ട്, അല്ലേ? നമ്മൾ കുളിക്കുമ്പോഴൊക്കെ ചെയ്യുന്നുണ്ട്. അതല്ലത്, അല്ലേ? അപ്പോൾ ഇനി ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ എന്താണ് സ്നാനം, അതും പുതിയ നിയമം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ വിഷയത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ ഒരുപാട് വേദഭാഗങ്ങളുണ്ട്. അത് നമ്മൾ ഉപസംഹരിച്ച് പറയുമ്പോൾ 2 യാഥാർത്ഥ്യങ്ങളാണ് ഏറ്റവും കാതലായത്. ദൈവത്തെ സംബന്ധിച്ച് ഒരു വിശ്വാസി, ഇതെല്ലാം വിശ്വസിക്കുന്നവർക്കേ ഉള്ളൂ, അല്ലാതെ സ്നാനം ഒരു കൂദാശയല്ല. കൂദാശ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമോ? സാക്രിമെൻറ്റ്. കൂദാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസമൊന്നും ഇല്ലേലും ഞാൻ പോയി അതിനകത്ത് പെട്ടാൽ എനിക്കതിൻ്റെ അനുഗ്രഹം കിട്ടും എന്ന് പറഞ്ഞാൽ അതൊരു ജാലവിദ്യ പോലെയാണ്, ഒരു മാജിക്ക് പോലെയാണ്. അതായത് ശരിക്കും അപ്പോസ്തോലിക സക്സഷനിൽ വരുന്ന ഒരു ബിഷപ്പ് വന്ന് ഒരു ജലം പ്രാർത്ഥിച്ചാൽ ആ ജലം ബാപ്റ്റിസത്തിൻ്റെ കൂദാശയായി അത് നമ്മൾ പങ്കെടുത്തു കഴിഞ്ഞാൽ ഏത് കാട്ടുകള്ളനാണേലും ആത്മീയ യാഥാർത്ഥ്യങ്ങളൊക്കെ ഉളവാകും എന്നുള്ളൊരു പഠിപ്പീരുണ്ട്. അങ്ങനെയാണ് ഈ ശിശു സ്നാനമൊക്കെ വളർന്നു വന്നത് കത്തോലിക്ക സഭയിൽ. അപ്പോൾ ഇതൊരു കൂദാശ എന്നുള്ള രീതിയിലല്ല. എന്ന് വെച്ച് ഇത് വെറും ഒരു അടയാളവും അല്ല. ഒരു അടയാളം ചുമ്മാ നമ്മളെ പ്രസംഗിച്ച് സാക്ഷ്യം പറയുന്നതിന് പകരം വെള്ളത്തിൽ കൂടെ ഇറങ്ങി ഒരു സാക്ഷ്യം പറയുന്നു, ഒരു നനഞ്ഞ സാക്ഷ്യം, അല്ലേ? ആരോ പറഞ്ഞല്ലോ വെറ്റ് വിറ്റ്നസ് അല്ല. ഇതിനകത്ത് ചില ആത്മീയ യാഥാർത്ഥ്യങ്ങളും ഉണ്ട്. പക്ഷേ ഇത് കൂദാശയല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു കൂദാശ അല്ലെന്ന്? ഇതൊരു മെക്കാനിക്കൽ സാക്രിമെൻ്റ് അല്ലെന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന ഒരാൾക്ക് ഇതൊക്കെ ബാധിക്കത്തുള്ളൂ. അതാ ഞാൻ ആദ്യം പറഞ്ഞ മനുഷ്യൻ ചിലതൊക്കെ ചെയ്യണം, മാനസാന്തരപ്പെടണം, വിശ്വസിക്കണം, ദൈവത്തെ ഏറ്റുപറയണം. അങ്ങനെ ആത്മീയമായിട്ട് ഒരുക്കപ്പെട്ട ഒരു വ്യക്തി സ്നാനപ്പെടുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ വശത്തു നിന്നും ആത്മീയമായ ചില സംഗതികൾ സംഭവിക്കുന്നുണ്ട്. അത് പറയുമ്പോൾ ദൈവം എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ 2 യാഥാർത്ഥ്യങ്ങൾ മനസ്സിൽ വെക്കണം. സ്നാനം എന്ന് പറയുന്നത് ഒരു കുഴിച്ചിടലാണ്. എന്താണ്? ഒരു അടക്കമാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണത്. രണ്ടാമതായിട്ട് സ്നാനം ഒരു കുളിയാണ്. ഇറ്റ്സ് എ ബെറിയൽ ആൻഡ് എ ബാത്ത്, അല്ലേ? ഒരു കുഴിച്ചിടലുമാണ്. എന്നെക്കൊണ്ട് എന്നെ കുഴിച്ചിടാൻ പറ്റത്തില്ല, ദൈവം ചെയ്യുന്ന പ്രവൃത്തിയാണ്. രണ്ടാമത് അതൊരു ശുദ്ധീകരണം വരുത്തുന്ന ഒരു കുളിയാണ്. ഇറ്റ്സ് എ സ്പിരിച്വൽ ബെറിയൽ ആൻഡ് എ ബാത്ത്. അപ്പോൾ അത് രണ്ടും നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്നാമതായിട്ട് അതൊരു ശവസംസ്കാര ശുശ്രൂഷയാണ്. നിങ്ങളെല്ലാം നിങ്ങളുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. അങ്ങനെ വേണം, വിശ്വാസിയായി പോയിട്ടുണ്ടെന്ന് വേണം പറയാൻ. അല്ലാതെ ഇനി ഭാവിയിൽ എപ്പോഴും സംഭവിക്കും ഞാൻ എങ്ങനെ കാണാനാന്നല്ല. സ്നാനം അതാണ്, അല്ലേ? സ്നാനം എൻ്റെ പഴയ മനുഷ്യനെ സംബന്ധിച്ചൊരു അടക്കൽ ശുശ്രൂഷയാണ്. നമുക്ക് വായിക്കാം റോമാലേഖനം 6:1-4. രക്ഷ കൃപയാലാണ്, പ്രവൃത്തിയാലല്ലെന്ന് നമുക്കറിയാം. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, അങ്ങ് പാപം ചെയ്തുകൊണ്ട് അങ്ങ് ജീവിച്ചപ്പോൾ ഇന്ന് അങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ടല്ലേ.
അതായത് എന്തും ചെയ്യാം, നീ കൃപയിലായതുകൊണ്ട് ലൈസൻസായി, അവസാനം ദൈവം തന്നെ നിങ്ങളെ രക്ഷിക്കും. കാരണം വിശുദ്ധി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പ്രവൃത്തിയായി, അല്ലേ? അത് തെറ്റായ അർത്ഥമാണ്. പ്രവൃത്തി എന്താണെന്ന് അവർക്ക് അറിഞ്ഞൂടാ. ഓക്കെ, അത് നമ്മൾ പിന്നീട് ഒരു അവസരത്തിൽ പഠിക്കാം. അപ്പോൾ അപ്പോസ്തലൻ തന്നെ ചോദിക്കുകയാണെങ്കിൽ പിന്നെ നമുക്കങ്ങ് കൃപയുടെ ഉപദേശം എന്ന് പറഞ്ഞ ലൈസൻസ് ആയില്ലേ? അല്ല. അതെന്താ കാരണം? ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം അതപ്പോ സംഭവിച്ചു. ഞാനപ്പോ മരിച്ചു പാപസംബന്ധമായി, അല്ലേ? അത് നമ്മളെ ദിനം തോറും ക്രൂശെടുത്ത് നമ്മളെ മരിപ്പിക്കുന്ന കാര്യമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ചിലർ അങ്ങനെയും വായിക്കാറുണ്ട്. എന്നും പാപസംബന്ധമായി മരിക്കുമെങ്കിൽ നിങ്ങൾക്ക് സ്നാനപ്പെടാം. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നൊരു പ്രവൃത്തിയേ അല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ റോമാലേഖനം 6 നമ്മുടെ പ്രവൃത്തികൾ വളരെ വിരളമേ ഉള്ളൂ. ഈ റോമാലേഖനം 6 നിങ്ങൾ വളരെ എന്താ പറയുക ശ്രദ്ധയോടെ വായിക്കണം. 2 കൽപ്പനകളുള്ളൂ. അത് ആദ്യത്തെ കുറേ വാക്യങ്ങളിലൊന്നും ഇല്ല. ആ കൽപ്പന ഞാൻ പിന്നെ പറയാം. ഇത് എവിടെയാണ് അപ്പം നാം മരിച്ചത്? അടുത്ത വാക്യം. യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പൊ സ്നാനപ്പെട്ടപ്പോൾ ദൈവം നിങ്ങളെ എന്തിന്റെ പങ്കാളിയാക്കി? യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ പങ്കാളികളാക്കി. അടുത്ത വാക്യം. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. കണ്ടോ? അത് എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു പ്രവൃത്തിയല്ല, അത് ദൈവം ചെയ്തു. ഞാൻ സ്നാനപ്പെട്ടപ്പോൾ സ്നാനത്തിലൂടെ കുഴിച്ചിടപ്പെട്ടു, അല്ലേ? അങ്ങനെയല്ലേ അവിടെ പറഞ്ഞിരിക്കുന്നത്? സ്നാനത്തിലൂടെ കുഴിച്ചിടപ്പെട്ടു. ഒന്നുകൂടെ വായിച്ച ആ വാക്യം. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. അപ്പോൾ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടു, വിശ്വസിച്ചു, ഇന്നേവരെ സ്നാനപ്പെട്ടിട്ടില്ല. അയാൾ കുഴിച്ചിടപ്പെട്ടോ? കുഴിച്ചിടപ്പെട്ടോ? ഈ വാക്യത്തിൽ സ്നാനത്താൽ കുഴിച്ചിടപ്പെട്ടു. അപ്പോൾ അയാൾ എന്തോ? അപ്പം അയാൾ ഞാൻ പറയും അയാൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ്. ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ പാപസംബന്ധമായി മരിച്ചു, പക്ഷെ കുഴിച്ചിടപ്പെട്ടിട്ടില്ല, അല്ലേ? മരിച്ചിട്ട് പിന്നീടാണ് കുഴിച്ചിടൽ, അല്ലേ? അപ്പം മരിച്ചു കഴിഞ്ഞ് നമ്മൾ മോർച്ചറി വെച്ചേക്കും. അങ്ങനത്തെ മോർച്ചറി ക്രിസ്ത്യൻസ് ഇന്നുണ്ട് ഒരുപാട്. നാറ്റം നമുക്ക് അടുത്ത് പോയി അറിയാൻ പറ്റും. ഇയാൾ വിശ്വാസിയൊക്കെയാണ്, പക്ഷെ ഒരു നാറ്റം. എന്താണ്? വർഷങ്ങളായി മോർച്ചറി ഇരിക്കുകയാണ്, സ്നാനപ്പെട്ടിട്ടില്ല. രക്ഷ സ്നാനത്തിൽ കൂടെ അല്ല, രക്ഷ വിശ്വാസത്താലാണ്. പക്ഷെ രക്ഷയുടെ അനുഭവത്തിൻ്റെ പൂർണ്ണത എപ്പോഴാണ്? അടക്കപ്പെടുമ്പോൾ. മനസ്സിലായോ? അപ്പോൾ സ്നാനം കൊണ്ട് രക്ഷ പ്രാപിക്കുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്. സ്നാനത്തിൽ രക്ഷയുടെ അനുഭവത്തിൻ്റെ പുതിയൊരു ആഴം കടന്നു വരികയാണ്. ഇറ്റ്സ് എ ഫുൾനെസ് ഓഫ് യുവർ എക്സ്പീരിയൻസ് ഇൻ ടേംസ് ഓഫ് യുവർ സാൽവേഷൻ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അടക്കപ്പെടണം, അല്ല? ഇപ്പോൾ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞ് തന്നെ നമ്മൾ ആ വ്യക്തിയോട് ബഹുമാനം കാണിക്കും, അല്ലേ? ഇപ്പോൾ ഒരു വീട്ടിൽ പോയിട്ട് അച്ഛൻ മരിച്ചു, അച്ഛനിപ്പോൾ എവിടെ ഉണ്ടെന്ന് ചോദിക്കും നമ്മൾ. ഏത് റൂമിലാണ് അച്ഛനെ വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കും, അല്ലേ? പക്ഷേ അച്ഛനെ കുഴിച്ചിട്ട് കഴിഞ്ഞാലോ? പിന്നെ അച്ഛനുണ്ടോ, അച്ഛൻ പോയോ ഒന്നും ചോദിക്കുക. അച്ഛൻ പോയി, അല്ലേ? അപ്പോഴാണ് അച്ഛൻ ശരിക്കും മരിച്ച ആളാവുന്നത്, അല്ലേ? നമുക്ക് ആ ബന്ധം അവസാനിക്കുന്ന എപ്പോഴാണ്? കുഴിച്ചിടപ്പെടുമ്പോൾ. അപ്പോൾ ആ ബറിയൽ എന്നുള്ളതിന് അതിനൊരു അർത്ഥമുണ്ട്, അല്ലേ? അതുവരെ ആ വ്യക്തി അവിടെയൊക്കെ ഉണ്ട്, ഫിസിക്കലി ഒരിടത്ത് കാണിക്കാൻ. അത് കഴിഞ്ഞാൽ പോയി. അപ്പോൾ പാപസംബന്ധമായ മരണം പൂർത്തീകരിക്കപ്പെടുന്നത് എപ്പോഴാണ്? ആ അനുഭവം സ്നാനപ്പെടുമ്പോഴാണ്. സ്നാനത്താൽ കുഴിച്ചിടപ്പെട്ടു. കൊലോസ്യലേഖനം 2:12 ഇതേ കാര്യം തന്നെ അവിടെയും പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് എ സ്പിരിച്വൽ ബറിയൽ. ആത്മീക കുഴിച്ചിടൽ അല്ലെങ്കിൽ അടക്കമാണ് സ്നാനം. കൊലോസ്യലേഖനം 2:12. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അത് അതിന്റെ മറുവശമാണ്, അല്ലേ? നമ്മളെ മുക്കുക മാത്രമല്ല, നമ്മൾ അതിൽ നിന്ന് നിവർന്നു വരികയും ചെയ്യും. അത് റോമാലേഖനത്തിലുണ്ട്. അത് ഞാൻ പിന്നീട് അതിലോട്ട് കടന്നു വരുന്നുണ്ട്. അപ്പോൾ അവിടെയും കണ്ടോ, യേശുക്രിസ്തുവിനോട് ഞാൻ ഏകീഭവിച്ച് അവൻ്റെ മരണത്തിൻ്റെ പങ്കാളിയായി അവനോടുകൂടെ അടക്കപ്പെട്ടു. ഗലാത്യലേഖനം 2:20 എല്ലാവർക്കും അറിയാവുന്നൊരു വാക്യമാണ്. അത് സ്നാനത്തെക്കുറിച്ചല്ല അവിടെ പറയുന്നതെങ്കിലും ഇതേ മരണ പുനരുത്ഥാനത്തിൻ്റെ
അനുഭവമാണ് അവിടെ വിശ്വാസത്താൽ പൗലോസ് വിളിച്ചു പറയുന്നത്. ഗലാത്യർ 2:21. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, മരിച്ചു. ആ, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ഇനി ജീവിക്കുന്നു, കാരണം ഞാൻ അടക്കപ്പെട്ടു. ആ, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. ഇപ്പോൾ വായിച്ചാട്ടെ. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ, ഇപ്പോൾ ഞാൻ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളിലുള്ള വിശ്വാസത്താൽ അത്ര. ഇത് ഈ വായിക്കുമ്പോൾ ആദ്യം തോന്നും എത്ര പൗലോസ് ഉണ്ട് അല്ലേ? ഞാൻ അടക്കപ്പെട്ടു, അല്ലെ ഞാൻ മരിച്ചു, പിന്നെ ഞാൻ ജീവിക്കുന്നു. പൗലോസ് എത്ര പ്രാവശ്യമായി നീ ഒന്നെങ്കിൽ മരിക്കുക അല്ലെ ജീവിക്കുക. പക്ഷെ ഇത് രണ്ടും ഉണ്ടല്ലേ. അത് റോമാലേഖനം വായിച്ചാൽ മനസ്സിലാവുള്ളൂ. എൻ്റെ പഴയ മനുഷ്യനെ സംബന്ധിച്ച്, ക്രിസ്തുവിനെ അറിയാത്ത മനുഷ്യനെ സംബന്ധിച്ച് അല്ലേ, ക്രിസ്തുവിൽ നിന്ന് മാറി നടന്ന എൻ്റെ ജീവിതശൈലിയും എൻ്റെ ദിശാബോധവും എല്ലാം സംബന്ധിച്ച് ഞാൻ മരിച്ചു, കർത്താവിനൂടെ മരിച്ചു. ഇനി ഞാൻ ജീവിക്കുന്നുണ്ട്. അതാരാണ്? വീണ്ടും ജനനം പ്രാപിച്ച പുതു സൃഷ്ടി, പുതിയ മനുഷ്യൻ. ആ മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കുന്നത്? യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ, അല്ലെ കൊലോസ്യ ലേഖനം പറഞ്ഞതുപോലെ ഉയിർപ്പിൻ്റെ ശക്തിയാൽ ഞാൻ ജീവിക്കുന്നു. പറഞ്ഞോ, മനസ്സിലാവുന്നുണ്ടോ? ക്രൂശിലൂടെ ഞാൻ മരിച്ചു, ഉയിർപ്പിലൂടെ ഞാൻ ജീവിക്കുന്നു. ഇത് തന്നെയല്ലേ നമ്മൾ വെള്ളത്തിൽ മുങ്ങി നിവരുമ്പോൾ നമ്മൾ അടയാള സൂചകമായി ലോകത്തോട് വിളിച്ചു പറയുന്നത്. ഞാൻ യേശു ക്രിസ്തുവിൻ്റെ കൂടെ മരിച്ച് പുനരുദ്ധാന ശക്തിയാൽ ഇനി ജീവിക്കും. ആ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ഇനി നോക്കാം. അപ്പോൾ സ്നാനം എന്താണ്? ആത്മീയ കുഴിച്ചിടലാണ്, പഴയ ജീവിതത്തിൻ്റെ അന്ത്യം. ഈ സ്നാനപ്പെടാത്ത വിശ്വാസികളുടെ ഒരു കുഴപ്പം ഇതാണ്, പുതിയത് വരികയും ചെയ്തു പഴയത് കുഴിച്ച് മൂടിയതുമില്ല. ഇങ്ങനെ രണ്ടും കെട്ട ജീവിതമായിപ്പോവും അല്ലേ? മാരീഡ് ബാച്ചിലർ എന്നൊക്കെ പറയുന്ന പോലെ ഇരിക്കും. ഇന്നുണ്ട് അങ്ങനത്തെ ലിവ് ഇൻ റിലേഷൻഷിപ്പ്, പ്രാക്ടിക്കലി മാരീഡ് ടു എ വുമൻ, പക്ഷെ ബാച്ചിലറാണ്. ഒരു പൂർണ്ണതയില്ലാത്ത ചിത്രം, രണ്ടും കെട്ട അവസ്ഥ അല്ലേ? പഴയ ജീവിതം കുഴിച്ചിട്ടിട്ടുമില്ല, പുതിയ ജീവിതം നയിച്ചുകൊണ്ട് നടക്കുക. ഇപ്പം നമ്മളൊരു ശവം ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുക, വർഷങ്ങളായിട്ട് വെച്ചിരിക്കുക, എന്തോ പറയും നമ്മൾ? എന്തോ അപാകതയുണ്ടെന്ന് പറയും. അതാണ് സ്നാനപ്പെടാത്ത വിശ്വാസികൾ അല്ലേ? അതാണ് എത്രയും പെട്ടെന്ന് സ്നാനപ്പെടാൻ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ആത്മീയ എന്താ പറയുക, നമ്മുടെ ആത്മീയ ജീവിതമായിട്ടുള്ള ബന്ധം ഞാൻ ഇനി സൂചിപ്പിക്കാൻ പോകുന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ ജസ്റ്റ് ഇതൊന്ന് കാണുന്നതേ ഉള്ളൂ. രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞു, ഇതൊരു കുളിയാണ്. സ്നാനം എന്നുള്ള വാക്ക് തന്നെ അതാണല്ലോ അല്ലേ? ഒരു കഴുകൽ ശുശ്രൂഷയാണ്. അപ്പോൾ അത് 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ നമ്മളിത് വായിച്ചതാണ്, അതുകൊണ്ട് വായിക്കണമെന്നില്ല, എങ്കിലും വേണേൽ ഒന്നുകൂടെ ഒന്ന് വായിക്കാം, കാരണം ഇത് സ്ഥിരം വായിച്ച് കേൾക്കാത്തൊരു വാക്യമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 22:16. അനന്യാസ് വന്ന് പൗലോസിനോട് പറഞ്ഞത് നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോസ്തല പ്രവൃത്തികൾ 22:16. അവൻ്റെ നാമം വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് പാപങ്ങളെ കഴുകിക്കളയുകയാണ്. കേട്ടോ, നമുക്ക് പലപ്പോഴും ഇതൊക്കെ പറയാൻ മടിയാണ്. സ്നാനത്തിൽ പാപമൊന്നും കഴുകപ്പെടുന്നൊന്നുമില്ല, സ്നാനം ചുമ്മാ ഒരു സാക്ഷ്യമാണ്. അല്ല, സ്നാനത്തിലാണ് അതിൻ്റെ പൂർത്തീകരണം സംഭവിക്കുന്നത്, വിശ്വാസത്തിലൂടെയാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിരുന്നത് വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുക. അതായത് വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഇത് കഴുകൽ ആയി മാറുന്നത്. അല്ലാതെ വെറുതെ വെള്ളത്തിൽ കൂടെ കിടന്ന് പോയിട്ട് കാര്യമില്ല. അത് കൂദാശ. വെറുതെ വെള്ളത്തിൽ മുങ്ങിയത് കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ആ പ്രവൃത്തിയുടെ സമയത്ത് കർത്താവ് എന്ത് ചെയ്യും? നമ്മുടെ മനസാക്ഷിയെ പാപങ്ങളിൽ നിന്ന് കഴുകും. നമുക്ക് പുത്തൻ മനസാക്ഷി ലഭിക്കും. അതാണ് സ്നാനത്തിൻ്റെ ഒരു ഗുണം, പുത്തൻ മനസ്സ്. അതാണ് ആത്മീയമായിട്ട് ദൈവം നമുക്ക് ചെയ്യുന്ന കാര്യം. ആ ഒരു അനുഭവത്തിൻ്റെ പൂർത്തീകരണം സംഭവിക്കുന്നു അല്ലേ? വിശ്വസിക്കുമ്പോഴേ അതുണ്ട്, എങ്കിലും അതിൻ്റെ ഒരു പൂർത്തീകരണം അതിലാണ്. ഇപ്പോൾ 2 വ്യക്തികൾ കല്യാണം കഴിക്കാൻ പോകുന്നു. അവർ സ്നേഹിക്കുന്നത് കല്യാണത്തിൻ്റെ അന്നാണോ? അങ്ങനെയാണ് എന്തോ കുഴപ്പമുണ്ട് അല്ലേ? അവരൊരു 2-3 മാസമോ വർഷമോ ഒക്കെ മുമ്പേ സ്നേഹബന്ധം തുടങ്ങും. പക്ഷേ ശരിക്കും അതിൻ്റെ അനുഭവത്തിൻ്റെ പൂർത്തീകരണം, കൺസ്യൂമേഷൻ ഇംഗ്ലീഷിൽ പറയും, എപ്പോഴാണ്? വിവാഹ ദിവസം. അന്നാണ് ഔദ്യോഗികമായിട്ട് അവർ സ്നേഹിതാക്കളായത്. എന്ന് പറഞ്ഞതുപോലെ വിശ്വസിക്കുമ്പോഴേ കർത്താവ് മനസാക്ഷിയൊക്കെ കഴുകി പാപമൊക്കെ പോയി. പക്ഷേ സ്നാനത്തിലാണ് അതിൻ്റെ പൂർത്തീകരണം. അവിടെയാണ് കർത്താവ് പറയുന്നത്, ഞാൻ എന്താ കഴുകി തന്നിരിക്കുന്നു അല്ലേ? അതിനോട് ചേർത്ത് വായിക്കാം 1 പത്രോസ് 3:20-21. 1 Peter chapter 3 verses 20 and 21. നോഹയുടെ കാര്യമാണ്. വെള്ളത്തിലൂടെ രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിനൊരു മുൻകുറി, സ്നാനത്തിന്റെ ഒരു നിഴലാണ്. അത് വെള്ളത്തിലൂടെ രക്ഷ പ്രാപിച്ചു. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതിനായിട്ടല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കുള്ള അപേക്ഷയ്ക്കായിട്ടത്രേ.
യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ നമ്മയും രക്ഷിക്കുന്നു. കണ്ടോ, അത് നിങ്ങളത് ശ്രദ്ധിച്ചോ. സ്നാനമോ ഇപ്പോൾ നിങ്ങളെ രക്ഷിക്കുന്നു. എങ്ങനെ? വെറുതെ ഒരു കഴുകലല്ല, അതാണ് കൂദാശയല്ല. വെറുതെ ഒരു സ്നാനം എന്ന് പറഞ്ഞൊരു ചടങ്ങിൽ ബന്ധപ്പെട്ട് ഒരു വെള്ളത്തിൻ്റെ അകത്തോട്ട് ഇറങ്ങിപ്പോയാൽ ഇത് സംഭവിക്കുകയില്ല. പിന്നെന്താണ്? സ്നാനം യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിലൂടെ നമുക്ക് രക്ഷ നൽകുന്നു. എന്ത് രക്ഷയാണ് അവിടെ നൽകുന്നത്? നല്ല മനസാക്ഷി നൽകുന്നു, അല്ലേ? നല്ല മനസാക്ഷി തരണമേ എന്നുള്ളൊരു അപേക്ഷയാണ് സ്നാനത്തിൽ. അതിന് ഉത്തരമായിട്ട് ദൈവം യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിലൂടെ, അവൻ്റെ രക്ഷാപ്രവൃത്തിയിലൂടെ പുതിയ മനസാക്ഷി നൽകുന്നു. നേരത്തെ കണ്ടത് അത് തന്നെ, നിങ്ങളുടെ പാപങ്ങളെ കഴുകുക. അപ്പോൾ ഇവിടെ രണ്ടും കണ്ടോ, കഴുകൽ ശുശ്രൂഷ. പക്ഷെ പത്രോസ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ചുമ്മാ ഒരു വെള്ളത്തിനകത്ത് പോയി നിങ്ങളുടെ മേല് കഴുകുന്നതല്ല. അതെ, സാമുദായിക പള്ളികളൊക്കെ അതാണ്, ചുമ്മാ വെള്ളത്തിനകത്ത് തുടങ്ങി പോയാൽ മതിയെന്ന്. അല്ല, നമ്മുടെ സഭകളിലും ഉണ്ട്. ഇപ്പോൾ പാരൻസ് തള്ളിവിടും, ചെറുപ്പക്കാർ പോയി സ്നാനപ്പെടുമെന്ന് പറഞ്ഞു, അല്ലേ? അതൊന്നും കാര്യമില്ല. വിശ്വാസമുള്ളവനെ ഈ സ്നാനത്തിൻ്റെ ഈ പറഞ്ഞ ആത്മീയ യാഥാർത്ഥ്യങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയത്തു. അപ്പോൾ നല്ല മനസാക്ഷി പ്രദാനം ചെയ്യും, പക്ഷേ അത് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം. അപ്പോൾ ദൈവം എന്താ ചെയ്യുന്നത്? നമുക്കൊരു അടക്കവും, അതായത് അടക്കം, കുഴിച്ചിടലും ഒരു കുളിയും തരികയാണ്. നമ്മളെന്താ ചെയ്യണ്ടേ? മാനസാന്തരപ്പെടണം, വചനമേറ്റെടുത്ത് യേശുക്രിസ്തുവിനെ വിളിച്ചപേക്ഷിക്കണം. ഇവിടെ ഒരു കാര്യം കൂടെ ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ഈ മനുഷ്യൻ ചെയ്യുന്നതിനോട് പ്രതികരിക്കുകയാണ് ദൈവം. മനുഷ്യൻ്റെ പ്രവൃത്തിയാണ് ആദ്യം, സുവിശേഷമാണ് ആദ്യം വരുന്നത്, ദൈവത്തിൻ്റെ പ്രവൃത്തി. അതിനോടുള്ള നമ്മുടെ പ്രതികരണമാണ് വിശ്വാസം. അതിനുള്ള മറുപടിയാണ് ഈ പറഞ്ഞ കഴുകലും കുഴിച്ചിടലും. അല്ലാതെ ആദ്യം സ്നാനം പിന്നെ വിശ്വാസമല്ല. അപ്പോൾ അവിടെയും ഈ സാമുദായിക പള്ളികൾ പഠിപ്പിക്കുന്നത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇനിയാണ് കാതലായ വിഷയം. എന്താണ് സ്നാനവും നമ്മുടെ ക്രിസ്തീയ ജീവിതം, നമ്മുടെ ആത്മീയ ജീവിതമായിട്ടുള്ള ബന്ധം? ഇതുവരെ നമ്മൾ കുറേ വസ്തുത കണ്ടതേ ഉള്ളൂ. ഇനി ജീവിതത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. 5 കാര്യങ്ങൾ പറഞ്ഞു വെച്ച് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ 5 കാര്യങ്ങളും നമ്മുടെ പുതുജീവനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്, അല്ലേ? നമ്മൾ പഴയ മനുഷ്യനെ സംബന്ധിച്ച് അടക്കപ്പെട്ടു. ഇനി നമ്മൾ ജീവിക്കാൻ പോകുന്നത് ജീവൻ്റെ പുതുക്കത്തിലാണ്. ആ ജീവൻ്റെ പുതുക്കത്തിൻ്റെ 5 കാര്യങ്ങൾ, 5 വസ്തുതകൾ പറഞ്ഞു വെച്ച് നമുക്ക് ഈ യോഗം അവസാനിപ്പിക്കാം. ഒന്നാമതായിട്ട് എനിക്ക് കിട്ടുന്നത് പുതിയ വ്യക്തിത്വം, എ ന്യൂ ഐഡൻറ്റിറ്റി. അതാണ് ഗലാത്യലേഖനം 3:27. ഗലാത്യലേഖനം, ഗലേഷ്യൻസ് 3:27. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. കണ്ടോ, എൻ്റെ പുതിയ വ്യക്തിത്വം ഞാൻ ക്രിസ്തുവിലാണ്. ഐ ആം ഇൻ ക്രൈസ്റ്റ്. നമ്മൾ നേരത്തെ കണ്ടു, ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ സ്നാനമെടുത്ത് യേശുവുമായിട്ട് നമ്മൾ ചേരുകയാണ്. ഇനി യേശുവിലാണ് ഞാൻ. ഐ ആം ഇൻ ക്രൈസ്റ്റ്, ഐ ആം ക്ലോത്ത്ഡ് ഇൻ ക്രൈസ്റ്റ്. ഇതാണ് എൻ്റെ പുതിയ വ്യക്തിത്വം. അപ്പോൾ ഗലാത്യലേഖനം 3:29 കൊണ്ടൊന്ന് വായിച്ചേ. അവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നുണ്ടോ, ക്രിസ്തുവിനുള്ളവരെങ്കിലോ. ഇഫ് യു ബിലോങ് ടു ക്രൈസ്റ്റ്. അപ്പോൾ ഇഫ് യു ആർ ഇൻ ക്രൈസ്റ്റ്, യു ബിലോങ് ടു ക്രൈസ്റ്റ്. നിങ്ങൾ ക്രിസ്തുവിലാണെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണ്. നിങ്ങളിനി നിങ്ങൾക്കുള്ളവരുമല്ല, ലോകത്തിനുള്ളവരുമല്ല, പാപത്തിനുള്ളവനുമല്ല, പിശാചിനുള്ളവനുമല്ല. യു ബിലോങ് ടു ജീസസ്, അല്ലേ? അപ്പോൾ ഞാൻ സ്നാനം എടുക്കുന്നതിന് മുമ്പേ, അതാണ് അവിടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതെപ്പോഴാണ് ഞാൻ അവൻ്റേതായത് പൂർണ്ണമായിട്ട്? സ്നാനപ്പെട്ടപ്പോൾ, വിശ്വസിച്ചപ്പോൾ മൂലമല്ല, അല്ലേ? ഇപ്പോൾ ഒരു പെണ്ണും ചെറുക്കനും സ്നേഹിക്കാൻ തുടങ്ങി, ശരി, നിങ്ങളുടെ കല്യാണമൊക്കെ നടത്താം. പക്ഷെ കല്യാണം കഴിഞ്ഞ് ആ ചെറുക്കന് പറയുമ്പോൾ എൻ്റെ ഭാര്യയാണെന്ന്. അതുവരെ എനിക്കിഷ്ടമുള്ളൊരു പെണ്ണ്, അതിനപ്പുറമൊന്നും പറയില്ല. പക്ഷേ യു ബിലോങ് ടു ക്രൈസ്റ്റ്. അപ്പം നമ്മൾ നേരത്തെ വായിച്ചുള്ള ക്രിസ്തുവിനോടുകൂടെ ചേരാൻ നിങ്ങൾ സ്നാനപ്പെട്ടപ്പോൾ ക്രിസ്തുവിനെ ധരിച്ചു. കണ്ടോ, അത് ആ അനുഭവ പൂർത്തീകരണമാണ്. അപ്പോൾ എനിക്ക് ഹാവ് ന്യൂ ഐഡൻറ്റിറ്റി വെൻ ഐ ഗെറ്റ് ബാപ്റ്റൈസ്. അപ്പോൾ ബാപ്റ്റിസം അല്ലെങ്കിൽ സ്നാനം എടുക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റേതൊക്കെ തന്നെ ആയിരുന്നു. എനിക്ക് ക്രിസ്തുവിനോട് സ്നേഹവും ഇച്ചിരി ആരാധനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പൂർണ്ണമായിട്ടും അവൻ്റേതായത് എപ്പോഴാണ്? സ്നാനപ്പെടുമ്പോൾ. അപ്പോൾ അതാണ് എൻ്റെ പുതിയ വ്യക്തിത്വം. പുതിയ വ്യക്തിത്വം മാത്രമല്ല, രണ്ടാമതായിട്ട് പുതിയ നടപ്പ്. അതാണ് റോമാലേഖനം 6:4. ഒന്ന് വായിച്ചേ, റോമാലേഖനം 6:4. നമ്മൾ വായിച്ചതാണെങ്കിലും ഒന്നുകൂടെ വായിക്കാം. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത് തന്നെ. അപ്പൊ കണ്ടോ, സ്നാനം ഏറ്റെടുത്താൽ ഒരു പുതിയ നടപ്പിൽ അത് കലാശിക്കണം. ബാപ്റ്റിസം ഷുഡ് ലീഡ് ടു എ ന്യൂ വാക്ക്.
അല്ലേ? വി ഷുഡ് വാക്ക് ഇൻ ദ ന്യൂനെസ് ഓഫ് ലൈഫ്. റോമാലേഖനം 6:11 വായിച്ചേ. അവണ്ണം നിങ്ങൾ പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. റോമാലേഖനം 6 ആദ്യത്തെ കൽപ്പന. അതുവരെ കൽപ്പനകളൊന്നുമില്ല, അതുവരെ എല്ലാം ദൈവം ചെയ്ത കാര്യങ്ങളാണ്. എന്താ കൽപ്പന നമ്മളോടുള്ളത്? ദൈവം ചെയ്ത പ്രവൃത്തികളെല്ലാം ഓർത്ത് അത് ശരിയാണെന്ന് എണ്ണണം. ഞാൻ പാപസംബന്ധമായി മരിച്ചവനാണ്, ഇനി ഞാൻ പുനരുത്ഥാന ശക്തിയോടെ, ഉയിർപ്പിൻ്റെ ശക്തിയോടെ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തിയാണ് എന്ന് എണ്ണണം. അങ്ങനെ എണ്ണുമ്പോഴാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? പുതിയ നടപ്പ് വരുന്നത്, പാപത്തെ അതിജീവിച്ചുള്ള നടപ്പ് കടന്നു വരുന്നത്. അപ്പോൾ റോമാലേഖനം 6:4-11 നമ്മൾ കാണുന്ന കാര്യമാണ് ഈ പുതിയ വ്യക്തിത്വം, കർത്താവുമായിട്ടുള്ള ഏകീഭവിച്ച് അവനോട് ചേർന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ പുതിയ വ്യക്തിത്വം എന്തിൽ കലാശിക്കണം? പുതിയ നടപ്പ്. എന്താ നടപ്പ്? പാപം ചെയ്യാതുള്ള ജീവിതം. സ്നാനപ്പെട്ടിട്ടും പാപം ചെയ്യുന്ന വിശ്വാസി, അപ്പോൾ നമ്മൾ എന്താ പറയും? എന്തോ മതപരമായ അനുഷ്ഠാനത്തെ സംബന്ധിച്ച ഒരു വിശ്വാസി, ഒരു സഭാവിശ്വാസി. ദൈവവിശ്വാസി എന്നൊന്നും പറയാൻ പറ്റത്തില്ല, അല്ലേ? മതത്തിൻ്റെ അനുഷ്ഠാനങ്ങൾ എല്ലാ മതത്തിലും ഉണ്ട്. അപ്പോൾ കുറച്ച് ആചാരം, ഒരു അനുഷ്ഠാനമൊക്കെ പങ്കെടുത്തു, അല്ലേ? ബാപ്റ്റിസം എടുത്തു കഴിഞ്ഞ് പാപം ചെയ്യുന്ന നിരവധി വിശ്വാസികളുണ്ട്. പക്ഷേ ബൈബിളിൻ്റെ ഉപദേശം അതല്ല. പുതിയ സൃഷ്ടിയാണ് നിങ്ങൾ പാപസംബന്ധമായി മരിച്ചു, യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാന ശക്തിയോടെ ഇനി നടക്കണം. നിങ്ങളൊരു പുതിയ സൃഷ്ടിയാണ്. നിങ്ങൾ മറ്റേ പഴയ മനുഷ്യൻ കുഴിച്ചിട്ടു. അപ്പം നിങ്ങൾക്ക് തന്നെ തോന്നത്തില്ല അത് പലപ്പോഴും, അല്ലേ? ആദ്യമൊക്കെ തോന്നത്തില്ല. കാരണം പ്രലോഭനം വരുമ്പോൾ പഴയ പോലൊക്കെ തന്നെ ഈ ജഡം അങ്ങോട്ടൊക്കെ പോകുന്നു. ജഡത്തെ അല്ല നമ്മൾ കുഴിച്ചിട്ടത്, പഴയ മനുഷ്യനെയാണ് കുഴിച്ചത്. പലർക്കും അത് തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞൂടാ. പഴയ മനുഷ്യനും ജഡവും ഒന്നല്ല. ഓൾഡ് മാൻ ആൻഡ് ദ ഫ്ലഷ് ഈസ് നോട്ട് ദ സെയിം. ചില പ്രസംഗിക്കുമ്പോൾ ചിലർ പറയും സൂക്ഷിക്കണം, പഴയ മനുഷ്യൻ വീണ്ടും ക്രൂശിൽ നിന്ന് എഴുന്നേറ്റ് വരും. ഇല്ല, പഴയ മനുഷ്യനെ കൊന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പഴയ മനുഷ്യനല്ലേ ഈ ഇറങ്ങി വരുന്നത്? ജഡം. ജഡം എന്താണ്? താഴ്ചയിൽ വീണ എൻ്റെ സ്വഭാവവും ശരീരവും. അതിന് വീണ്ടെടുപ്പായിട്ടില്ല, അല്ലേ? ഞാൻ പഠിച്ചു വച്ചിരിക്കുന്ന എൻ്റെ ഹാബിറ്റ്സ്, മൈ വേ ഓഫ് തിങ്കിങ്, എൻ്റെ ചിന്താഗതികൾ മാറ്റം വന്നിട്ടില്ല. അത് സമയമെടുക്കും അതിനൊക്കെ മാറ്റം വരാൻ, അല്ലേ? എൻ്റെ ഫാക്കൽറ്റീസ്, എൻ്റെ ഭാവന, എൻ്റെ ചിന്താ രീതികൾ, അതൊക്കെ പഴയ തന്നെയാണ്. പക്ഷേ ഇതൊക്കെ ഉപയോഗിച്ചിരുന്ന പഴയ മനുഷ്യൻ കുഴിച്ചിടപ്പെട്ടു. ഇപ്പോൾ പുതിയൊരു മനുഷ്യനാണ്. അത് വിശ്വസിക്കണം, എന്നിട്ട് എണ്ണണം. എങ്കിലേ പാപത്തിൻ്റെ മേലുള്ള ജയജീവിതം നടത്തുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ പുതിയ വ്യക്തിത്വം വന്നു, പുതിയ നടപ്പ് വന്നു, ഇനി പുതിയ ചിട്ട. ഇതിനോട് ചേർന്ന് പോകുന്നതാണ് പുതിയൊരു ചിട്ട, ന്യൂ ഡിസിപ്ലിൻ, പുതിയൊരു അച്ചടക്കം. റോമാലേഖനം 13:14. കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. ഇത് പെട്ടെന്ന് വായിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ സ്നാനത്തെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നമ്മൾ ഗലാത്യ ലേഖനം 3:27 എന്താ വായിച്ചേ? ക്രിസ്തുവിനോട് ചേരുവാനായി സ്നാനപ്പെട്ട നിങ്ങൾ യേശുവിനെ ധരിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ ഓൾറെഡി സംഭവിച്ചൊരു കാര്യമാണ് ക്രിസ്തുവിനെ ധരിക്കുന്നു എന്ന്. പിന്നീട് ഈ പൗലോസ് എന്താ പറയുന്നത്? ധരിക്കണമെന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് സംഭവിച്ചൊരു കാര്യമെന്നാണ് ഗലാത്യ ലേഖനം 3:27 പറഞ്ഞിരിക്കുന്നത്. പക്ഷേ റോമാലേഖനം 13 പറഞ്ഞിരിക്കുക ക്രിസ്തുവിനെ ധരിച്ചോണേ എന്ന്. അതെന്താ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? പറഞ്ഞ് മനസ്സിലാവുന്നുണ്ട്? ഒരിടത്ത് നടന്നൊരു സംഭവമായിട്ട് പറഞ്ഞിരിക്കുന്നു, മറ്റിടത്ത് ഒരു കൽപ്പനയായിട്ട് പറഞ്ഞു തന്നിരിക്കുന്നു. അതെന്താ കാരണം? അപ്പോൾ ക്രിസ്തുവിനെ എവിടെയെങ്കിലും വെച്ച് അഴിച്ചിട്ടോ? സ്നാനത്തിലൂടെ ക്രിസ്തുവിനെ ധരിച്ചു, പിന്നെ പോകുന്ന വഴി അങ്ങോട്ട് അഴിച്ചിട്ടു എന്നാണോ അതിൻ്റെ അർത്ഥം? അല്ല. ക്രിസ്തുവിനെ ധരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിത്വത്തിൽ തുടരുക. പറഞ്ഞു മനസ്സിലാവും? സ്നാനത്തിലൂടെ ക്രിസ്തുവിനെ നിങ്ങൾ ധരിച്ചിരിക്കുന്ന അവിടെ തന്നെ അങ്ങ് ജീവിക്കുക. അതെങ്ങനാ? മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിൽ ചിന്തിക്കരുത്, ജഡത്തിൽ പോവരുത്, അല്ലേ? ഡു നോട്ട് ഫുൾഫിൽ ദി ലസ്റ്റ് ഓഫ് ദ ഫ്ലഷ്. എങ്ങനെ ഇംഗ്ലീഷിൽ എങ്ങനെ? പുട്ട് ഓൺ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഡു നോട്ട് ഗ്രാറ്റിഫൈ ദി ലസ്റ്റ് ഓഫ് ദ ഫ്ലഷ്. അപ്പോൾ പുതിയൊരു ചിട്ട ഇതിനകത്തുണ്ട്. എന്താണ്? മോഹങ്ങൾക്കെതിരെ പോരാടണം. യു ഷുഡ് ഫൈറ്റ് യുവർ ലസ്റ്റ്. അപ്പോൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു, പാപസംബന്ധമായി ഞാൻ മരിച്ചിരിക്കുന്നു, ഞാൻ ഉയിർപ്പിനാൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ പ്രലോഭനമൊന്നും ഇല്ലെന്നല്ല, പിന്നെ പോരാട്ടമൊന്നും ഇല്ലെന്നല്ല. ഞാൻ പറഞ്ഞ പോലെ പഴയ മനുഷ്യനെ കുഴിച്ചിട്ടുള്ള ജഡം ഇപ്പോഴും ഉണ്ട്. യുവർ ഫോളൻ ഫ്ലഷ്, അല്ലേ? അത് മൈ മൈൻഡ്. ഈ ഫ്ലഷ് മാത്രമല്ല, മൈ മൈൻഡ് ആൻഡ് മൈ ബോഡി. അപ്പോൾ അത് പഴയ പോലൊക്കെ പെരുമാറാൻ നോക്കുമ്പം ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊണ്ട് അതിനെ എതിർക്കണം. അതാണ് പുതിയ ചിട്ട.
അപ്പോൾ ക്രിസ്തുവിനെ ഞാൻ സ്നാനത്തിലൂടെ ധരിച്ചെന്നും പറഞ്ഞ് അങ്ങനെ ഒരു കൂസലില്ലാതിരുന്നാൽ പോരാ, ഒരു പോരാട്ടമുണ്ട് അതിനകത്ത്, ഒരു പുതിയ ചിട്ടയുണ്ട്. പല വിശ്വാസികളും പാപസംബന്ധമായിട്ട് അവർക്ക് ജയജീവിതം നയിക്കുവാൻ കഴിയാത്തതിൻ്റെ കാരണം ഈ ചിട്ടയില്ല. ജഡത്തെ അങ്ങനെ ക്രൂശീകരിക്കാനൊന്നും വലിയ ഇഷ്ടമില്ല. അവരെന്താ ചെയ്യുന്നതെന്നറിയോ? സ്നാനത്തിലൂടെ ലഭിച്ച ഈ പുതിയ വ്യക്തിത്വം വേണ്ടെന്ന് വെക്കുക. അങ്ങനെയൊന്നും വേണ്ട, എനിക്ക് ആളുകളുടെ മുമ്പിൽ സ്നാനപ്പെട്ടവനായിട്ടിരുന്നാൽ മതി, അല്ലാതെ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആത്മീയ വ്യക്തിത്വമൊന്നും എനിക്ക് ഏറ്റെടുക്കണ്ട, അത് പറയുന്ന ഉത്തരവാദിത്വം ചുമതലയൊന്നും എനിക്ക് വേണ്ട. അപ്പോൾ അത് വെറും ഒരു അർത്ഥശൂന്യമായൊരു മതപരമായ ഭക്തി, അതുകൊണ്ടൊരു ഗുണവുമില്ല. അതൊക്കെ കൊണ്ടാണ് ഈ സ്നാനം കൊണ്ട് ആർക്കും ഒരു ഗുണവുമില്ല പലപ്പോഴും. ഇതൊക്കെ മനസ്സിലാക്കണം. സ്നാനം എന്നെ പുതിയൊരു ചിട്ടയിലേക്ക്, പുതിയൊരു ജീവിത ശൈലിയാണ്, അല്ലേ? ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കാൻ പോയി, ദൈവം സഹായിച്ച് തിരിച്ചു വന്നു. പിന്നുള്ള ആൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? പഴയ പോലെ ഉപ്പേരി എല്ലാം തിന്ന് കരിച്ച് മൊരിച്ച് ബീഫും ഒക്കെ അടിച്ചാണ് ജീവിക്കുന്നത്? ഇല്ല, പുതിയ ചിട്ട. അയ്യോ, മരണത്തെ കണ്ടേച്ച് തിരിച്ചു വന്നിരിക്കുക എന്ന് പറഞ്ഞതുപോലെ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി അങ്ങനെ ആയിരിക്കണം. അങ്ങ് നരകത്തിൻ്റെ അറ്റം വരെ പോയച്ച് ഞാൻ വന്നിരിക്കുക, കർത്താവ് വില കൊടുത്ത് വന്നിരിക്കുക, ഇനി എനിക്ക് പഴയ മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റുകയില്ല. ഹാർട്ട് അറ്റാക്കിൻ്റെ വിഷയത്തിലൊക്കെ നമുക്കിത് പാലിക്കാൻ അറിയാം. ആത്മീയ യുദ്ധവും വിശുദ്ധിയുടെ വിഷയത്തിൽ നമുക്കിത് പറ്റാറില്ല, അല്ലേ? ഒരു വിവാഹം പോലെയാണ് നമ്മൾ സ്നാനത്തെ കാണേണ്ടത്. അതൊരു പുതിയ ചിട്ടയിലല്ലേ? കല്യാണം കഴിച്ച് കഴിഞ്ഞ് ഇവിടെ കല്യാണം കഴിച്ചവരില്ല, എല്ലാം ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും കല്യാണം കഴിച്ചവരായിരിക്കുന്നവർ. നിങ്ങൾ കല്യാണം കഴിച്ചിട്ടും പഴയ പോലെയൊക്കെ തന്നെയാണോ ജീവിച്ചത്? അടി കിട്ടും ഭാര്യമാരുടെ, അല്ലേ? പോകുന്ന വഴി ഒരു പെൺകുട്ടി പോകുമ്പോൾ അവൾ ഇട്ടിരിക്കുന്ന വേഷമൊക്കെ നോക്കാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല, അല്ലേ? ഞാൻ കല്യാണം കഴിച്ച് ഞാൻ ഈ സ്ത്രീയെ മാത്രമേ നോക്കാൻ പാടുള്ളൂ, അല്ലേ? അപ്പോൾ അത് നിങ്ങൾക്കറിയാം പഴയ പോലെ ജീവിക്കാൻ പാടില്ലെന്ന്. അതുപോലെ തന്നെ ക്രിസ്തു ജീവിതത്തിൽ വന്നു, ഇനി എനിക്ക് ജഡത്തിൻ്റെ പുറകെ പോകാൻ പറ്റത്തില്ല, ഞാൻ അവനുമായിട്ട് വിവാഹം കഴിച്ചിരിക്കുക, അല്ലേ? മോതിരം ഇട്ടിരിക്കുക. അതാണ് എന്താണ് സ്നാനം. ഇനി നാലാമതായിട്ട് പുതിയൊരു പോസ്റ്റർ, പുതിയൊരു ഇരിപ്പ്. അതിന് എബ്രായ ലേഖനം 4:1-4. എല്ലാ പ്രാവശ്യവും ഞാൻ ഈ വേദഭാവം വായിപ്പിക്കും. അടുത്ത പ്രാവശ്യവും ഞാൻ വായിപ്പിക്കും. കാരണം വളരെ കാതലായൊരു വിഷയമാണ്. പക്ഷെ അത് പൂർണ്ണമായിട്ട് പഠിപ്പിക്കാനുള്ള ലെവലിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല, പല കാര്യങ്ങളും കണ്ടിട്ടില്ല ഇതുവരെ. എന്നാലും എബ്രായർ 4:1-4 വായിച്ചാട്ടെ. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കുവാൻ നാം ഭയപ്പെടുക. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു. പഴയ നിയമത്തിലെ മരുഭൂമിയിലെ തലമുറയെ കുറിച്ചാണ്. അവർക്കൊരു സദ്വർത്തമാനം കിട്ടി, പക്ഷെ അവരത് വിശ്വസിച്ചില്ല. അതുകൊണ്ട് അവര് വാഗ്ദത്ത ദേശത്തുള്ള അക്ഷരാർത്ഥത്തിലുള്ള സ്വസ്ഥതയിൽ കയറിയില്ല. ഇങ്ങനെ കേട്ടവർ വിശ്വാസമായി പരിണമിക്കായതുകൊണ്ട് കേട്ടവരിൽ അവർക്ക് ഉപകാരമായി വന്നില്ല. വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു. വിശ്വസിച്ച നമുക്ക് ആ സ്വസ്ഥതയിൽ കയറാം എന്ന് പറഞ്ഞാൽ അങ്ങ് പലസ്തീനിൽ പോയി അവരുടെ വാഗ്ദത്ത ദേശത്ത് പോയി താമസിക്കുന്ന കാര്യമല്ല. ആത്മീയ അർത്ഥത്തിൽ ഒരു സ്വസ്ഥതയുണ്ട്. 10ാമത്തെ വാക്യം വായിച്ചേ. ദൈവം തന്റെ പ്രവൃത്തികളിൽ നിന്ന് എന്ന പോലെ അവന്റെ സ്വസ്ഥതയിൽ പ്രവൃത്തികളിൽ നിന്ന് അവൻ 7-ാം നാൾ, സൃഷ്ടിയുടെ 7-ാം നാൾ അവൻ നിർത്തി സ്വസ്ഥതയിൽ കയറിയതുപോലെ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നവനും കണ്ടോ. അപ്പൊ ദൈവം 7ാമത്തെ ദിവസം പ്രവൃത്തിയൊക്കെ മതിയാക്കി സൃഷ്ടി കംപ്ലീറ്റ് ചെയ്ത് സ്വസ്ഥതയെ കയറിയതുപോലെ അവന്റെ സ്വസ്ഥതയെ പ്രവേശിക്കുന്ന വിശ്വസിക്കുന്നവനും എന്ത് ചെയ്യണം? പ്രവൃത്തികളിൽ നിന്ന് വിരമിച്ച് സ്വസ്ഥതയെ കയറണം. അപ്പോൾ വിശ്വാസിക്കൊരു ഇരിപ്പുണ്ട്. എന്താണ് ആ ഇരിപ്പ്? കർത്താവിൽ വിശ്രമിക്കുകയാണ്. ഇന്ന് പലപ്പോഴും ഇത് വിശ്വാസികൾക്ക് പറഞ്ഞാൽ അവരുടെ വിശ്വാസ ജീവിതം വിശ്രമമില്ലാത്ത, പ്രത്യേകിച്ച് ശുശ്രൂഷകന്മാർ, പാസ്റ്റർമാർക്കാണ് ഏറ്റവും കുഴപ്പം. വിശ്രമം എന്ന് പറഞ്ഞാൽ പുറമേ ഉള്ള വിശ്രമമല്ല. ചിലപ്പോൾ നമ്മൾ പൗലോസിനെ പോലെ ഓടി അളന്ന് ശുശ്രൂഷിക്കുകയായിരിക്കും. ആത്മീക വിശ്രമം ഉള്ളിൻ്റെ ഉള്ളിൽ. നിങ്ങളൊക്കെ ആർ യു ഓൾ റെസ്റ്റിംഗ് ഇൻ ജീസസ്? അത് വളരെ ഭാരം ചുമന്നും കഷ്ടപ്പെട്ടൊക്കെയാണ് ജീവിക്കുന്നത്. അങ്ങനെ ഭാരം ചുമക്കുന്നവരും ചുമടെടുത്തവരും എൻ്റെ അടുക്കൽ വരിക, നിങ്ങൾക്ക് ഞാൻ ആശ്വാസം എന്നാണ് മലയാളത്തിൽ. വിശ്രമം തരാം. ക്രിസ്തീയ ജീവിതം വിശ്രമിച്ച് അവനിൽ വസിച്ച് ജീവിക്കേണ്ട, അല്ലാതെ ഭാരം ചുമന്ന് കഷ്ടപ്പെട്ട് അയ്യോ ഇതുപോലൊരു കഷ്ടപ്പെട്ട ജീവിതത്തിലേക്കാണല്ലോ ദൈവം വിളിച്ചത്, അങ്ങനല്ല, അല്ലേ? നമ്മൾ കൊമ്പ്, അവൻ മുന്തിരിവള്ളിയാണ്. മുന്തിരിവള്ളി കൊമ്പിലിരുന്നാൽ മതി, ഫലം കായ്ച്ചോളൂ. അവനിൽ വസിക്കണം, അവനിൽ വിശ്രമിക്കണം. പ്രവൃത്തികളിൽ ആശ്രയിച്ച് ഞാൻ തന്നെയാണ് പാപത്തെ, അയ്യോ പാപം എപ്പോൾ വരിക, അങ്ങനല്ല. അവനിൽ വിശ്രമിച്ചാണ് വിശുദ്ധ ജീവിതം. അവനിൽ അടങ്ങിപ്പാർക്കുന്നതിലാണ് വിശ്രമം. നമ്മൾ മാനസാന്തരം പഠിച്ചപ്പോൾ ഞാൻ യെശയ്യാ 30:15 വായിച്ചായിരുന്നു, അല്ലേ? അത് വായിക്കണമെന്നില്ല, ഇപ്പോൾ ഞാൻ തന്നെ പറയാം. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? മനം തിരിഞ്ഞ് നിങ്ങൾ അടങ്ങിപ്പാർക്കുന്നതിൽ നിങ്ങളുടെ രക്ഷ, ആശ്രയത്തിലും വിശ്രമത്തിലും നിങ്ങളുടെ ഫലം. അതൊരു ആത്മീയ തത്വമാണ്.
അങ്ങനെ അടങ്ങി പാർക്കുന്നവർക്ക് പാപത്തിൻ്റെ മേലുള്ള ജയം കിട്ടത്തുള്ളൂ. അല്ലേ? ഇന്ന് പലപ്പോഴും ഈ വിശ്വാസികളെ അടക്കുവാൻ, പ്രത്യേകിച്ച് ഈ പെന്തക്കോസ്റ്റ് കരിസ്മാറ്റിക് വിശ്വാസികളൊന്ന് അടക്കുവാനാണ് പാട്. ഒരു വരുന്നതേ ഒന്ന് ഭൂമി കുലുക്കാൻ വേണ്ടിയിട്ടായി വരുന്നത്. ഒന്ന് അടങ്ങിക്കേ. മറ്റ് സമുദായ ക്രിസ്ത്യാനികളെ അടക്കാൻ വളരെ എളുപ്പമാണ്. അവരെ ഒന്ന് ഉണർത്താനാണ് പാട്. നമ്മളെയൊക്കെ ഒന്ന് കൈയുടെയൊക്കെ ഒന്ന് നിർത്തി ഒന്ന് മൗനമായിക്കെന്ന് പറഞ്ഞാൽ ഇയാളെന്തോ ഉറക്കം തൂങ്ങി പാസ്റ്റർ, അല്ലേ? 10 ഹാലലുയം പറഞ്ഞ് കുലുക്കി നടക്കുകയാണെങ്കിൽ ഉണർവ്. എന്തോന്ന് ഉണർവ്? ഈ പുള്ളിക്ക് വിശ്രമമില്ല. ഈ പുള്ളി ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിശ്രമം അനുഭവിക്കാത്തതുകൊണ്ടാണ് ഈ ബഹളം വെക്കണമെന്നുള്ള ഒരു ത്വര, അല്ലാതെ ആത്മാഭിഷേകമൊന്നുമല്ല. പാപത്തിൻ്റെ മേൽ സ്വകാര്യ ജീവിതത്തിൽ ഒരു ജയവും ഇല്ല, അല്ലേ? അതുകൊണ്ട് പുതിയൊരു ഇരിപ്പുണ്ട്. പക്ഷേ ഈ ഇരിപ്പ് ചുമ്മാ പോയല്ല ഇരിക്കുന്നത്, അല്ലേ? പ്രവർത്തികളിൽ നിന്ന് വിരമിക്കണം. അതിനോടുകൂടെ ചേർന്ന് വായിക്കാം 2 കൊരിന്ത്യർ 4:10-11. 2 കൊരിന്ത്യർ 4:10-11. യേശുവിന്റെ ജീവൻ നമ്മുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന്. കേട്ടോ, യേശുവിൻ്റെ ജീവൻ നമ്മൾ വായിച്ചല്ലോ. ഞാൻ പഴയ മനുഷ്യനെ സംബന്ധിച്ച് മരിച്ചു, ഇനി പുതു സൃഷ്ടിയാണ്, ഉയിർപ്പിൻ്റെ ശക്തി എന്നിൽ വ്യാപരിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ, ക്രിസ്തുവിൻ്റെ ആ ഉയിർപ്പിൻ്റെ ജീവൻ എന്നിൽ വ്യാപരിക്കണമെങ്കിൽ യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും ഞാൻ അവൻ്റെ മരണം വഹിച്ചോണ്ട് നടക്കണം. നേരത്തെ പറഞ്ഞല്ലോ, ക്രിസ്തുവിനെ തന്നെ ധരിക്കുക. ഇതാണ് ധരിക്കുക. എങ്ങനെ അവനിൽ വിശ്രമിച്ച് അടങ്ങി പാർക്കുന്ന മരണം എൻ്റെ ശരീരത്തിൽ ഞാൻ വഹിക്കണം. ജഡമോഹങ്ങളെയൊക്കെ ക്രൂശീകരിക്കണം. ഞാൻ അവനോടുകൂടെ മരിച്ചു, പാപസംബന്ധമായി മരിച്ചു എന്ന് എപ്പോഴും എണ്ണിക്കൊണ്ടിരിക്കണം. അതാണ് മരണത്തെ എൻ്റെ ശരീരത്തിൽ വഹിക്കുക. അങ്ങനെ ഞാൻ തന്നെ എപ്പോഴും എന്നെ നിഷേധിച്ചുകൊണ്ടിരുന്നാൽ എന്താ പറ്റും? ക്രിസ്തു തന്നെ വാഴ്ന്നുകൊണ്ടിരിക്കും. ക്രിസ്തു വന്ന് എന്നിൽ വസിച്ച് ക്രിയ ചെയ്ത് ഞാൻ പോലും അറിയാത്ത എൻ്റെ വിശുദ്ധി ഉളവാക്കുന്നു. അപ്പോൾ ഒരാൾ വന്നിട്ട് പറയും, നിങ്ങൾ ഈ ഏരിയയിൽ വലിയ വിശുദ്ധനാണല്ലോ. ആണോ? അങ്ങനെ തോന്നും. അഹങ്കാരം വരത്തില്ല. ഈ എപ്പോഴും ഞാൻ ഈ വിശുദ്ധി ചെയ്തു, അയാളൊന്നും പറഞ്ഞില്ല എന്നൊക്കെ പറയുന്ന ഈ സ്വയചിന്ത വരികയാണെങ്കിൽ, സെൽഫ് കോൺഷ്യസ് ഹോളിനെസ്, ഇറ്റ്സ് പ്രൂഫ്, ഇറ്റ്സ് എ വർക്ക് ഓഫ് ദ ഫ്ലഷ്. എന്നാൽ ദൈവം ഒരാളെ അയച്ചിട്ട് നിങ്ങൾ ഈ ഏരിയയിൽ ഭയങ്കര വിശുദ്ധനാണല്ലേ. ആണോ? എനിക്കറിഞ്ഞൂടാ. ഞാൻ ഈ നിഷേധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ജീവൻ എന്നിൽ വ്യാപരിച്ച് അവൻ തന്നെ ഉളവാക്കുന്നു, അല്ലേ? ബാക്കി വായിച്ചാട്ടെ, 11 വരെ വായിച്ചേ. ഞങ്ങളുടെ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തെ ഏൽപ്പിക്കപ്പെടുന്നുണ്ട്. ഞാൻ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെയാണ് ലൂക്കോസിന്റെ 9:23 കർത്താവ് എന്ത് പറഞ്ഞത്? ഒരുവൻ എന്നെ പിൻഗമിക്കുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ തന്നെത്താൻ നിഷേധിച്ച് അവൻ്റെ കുരിശെടുത്ത് എൻ്റെ പുറകെ വരിക. കണ്ടോ? അപ്പം ഞാൻ എന്നെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അതാണ് നിഷേധിച്ച് ക്രൂശിൽ അവൻ്റെ കൂടെ ഞാൻ മരിച്ചുവെന്ന് എണ്ണുകയാണ്. അപ്പോൾ എന്ത് പറ്റും? ഞാൻ ക്രിസ്തുവിനെ പിൻഗമിക്കും. അവൻ്റെ ജീവനിൽ വ്യാപരിക്കും. അപ്പോൾ പുതിയൊരു ഇരിപ്പുണ്ട് വിശ്വാസിക്ക്. സ്നാനത്തിലൂടെ കടന്നു വരുന്നതാണ് ഈ ഐക്യം, ഈ ഒരു വിശ്രമം. ഓക്കെ. അവസാനമായിട്ട് പുതിയൊരു സമൂഹമുണ്ട്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു വ്യക്തിക്ക് പുതിയൊരു സമൂഹമുണ്ട്. അപ്പോസ്തലപ്രവൃത്തികൾ 2:41-42 ഇന്നത്തേക്കുള്ള അവസാനത്തെ വാക്യമാണ്. അപ്പോസ്തലപ്രവൃത്തികൾ 2:41-42. അവർ സ്നാനമേറ്റു. ചേർന്നു. ആണ്ടോ, ഈ സ്നാനപ്പെട്ടവരെല്ലാം അങ്ങ് വീട്ടിൽ പോയെന്നല്ല പറഞ്ഞിരിക്കുന്നത്. അവർ കൂടെ ഇരുന്ന് സഭയായി, അവരൊരു സമൂഹമായി, became a society. എന്നിട്ട് അവർ 4 കാര്യങ്ങൾ അവിടെ ചെയ്തു. എന്തൊക്കെ 4 കാര്യങ്ങൾ? അപ്പോസ്തോലിക ഉപദേശം പഠിച്ചു. കണ്ടോ, ഉപദേശം പഠിച്ചു, അല്ലേ? നമ്മൾ ഈ എബ്രായ ലേഖനത്തിലെ 6-ാമത്തെ അധ്യായത്തിൽ കാണുന്ന 6 അടിസ്ഥാന ഉപദേശങ്ങൾ കഴിഞ്ഞ് ദൈവം അനുവദിക്കുകയാണെങ്കിൽ ഈ 4ഉം കൂടെ പഠിച്ച് 10 ഭാഗമായിട്ട് ഈ ധ്യാനം അവസാനിപ്പിക്കാനാണ് ഞാൻ ദൈവത്തിൽ ആഗ്രഹിക്കുന്നത്. ഈ 4 കാര്യങ്ങളും കൂടെ പഠിക്കണം, എങ്കിലേ സഭ പൂർണ്ണമായ ചിത്രം കിട്ടത്തുള്ളൂ, അല്ലേ? എന്താണ് അപ്പോസ്തോലിക ഉപദേശം പഠിക്കണം. ഇന്ന് പലയിടത്തും സ്നാനപ്പെടുത്തി കഴിഞ്ഞ് സഭയെ കൊണ്ടുവന്നിട്ട് നിൻ്റെ കടം മാറും, നിൻ്റെ സ്ഥിതി മാറ്റും, അല്ലേ? നിനക്ക് അത്ഭുതം കിട്ടും. ഇത് മാത്രമേ ഉള്ളൂ പ്രസംഗം, അല്ലാതെ ഉപദേശം കൊടുക്കാറില്ല, അല്ലേ? അപ്പോസ്തോലിക ഉപദേശം സ്നാനപ്പെട്ടവർ ഒരു കുടുംബമായിരുന്നു പഠിക്കണം. അല്ല ഞാൻ ഒറ്റയ്ക്ക് വീട്ടിൽ ഞാൻ പഠിക്കുന്നുണ്ടെന്നല്ല, ഒരുമിച്ച് പഠിക്കണം. സഭയെ സംഭവിക്കേണ്ട. അടുത്തത് ആണോ, അടുത്ത ഉടനെ പറഞ്ഞിരിക്കുന്ന കൂട്ടായ്മ. എന്താ ഈ കൂട്ടായ്മ? ഒന്നിച്ചുകൂടി ബാർബക്യൂ അല്ല കൂട്ടായ്മ, അത് സോഷ്യലൈസിങ്. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് വേർഡ്. ഫെലോഷിപ്പ്. അവിടെ മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്താണ്? ഷെയറിങ്, കൊയിനോനിയ, ഷെയറിങ്. എൻ്റെ ജീവിതവും നിങ്ങളുടെ ജീവിതവും പങ്കുവെക്കുക.
കല്യാണം കഴിച്ച് ഭാര്യയും ഭർത്താവും എന്തോ ചെയ്യുന്നത്? ബാർബക്യൂ, ചായ കുടി അല്ലല്ല, ജീവിതം പങ്കു. അത് ബാർബക്യൂവിലൂടെ ആവാം, ചായ കുടിക്കുന്നതിലൂടെ ആവാം, സംസാരിക്കുന്നതിലൂടെ ആവാം. പക്ഷേ ആത്യന്തികമായിട്ട് ഹൃദയങ്ങൾ ജീവിതം പങ്കുവെക്കുകയാണ്. അതിനാണ് നമ്മൾ കൂട്ടായ്മ ആചരിക്കുമ്പോൾ, നമ്മൾ യോഗങ്ങൾ കടന്നു വരുമ്പോൾ ആർക്കെങ്കിലും വല്ല പ്രാർത്ഥനാ വിഷയമുണ്ടോ? അതായത് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇങ്ങനെ ചത്തിരിക്കുന്നത് കൊണ്ടൊന്നുമല്ല, ആരെങ്കിലും ഒരു പ്രാർത്ഥന വന്നെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കായിരുന്നു, അങ്ങനല്ല. നിങ്ങളുടെ ജീവിതം എൻ്റെ ജീവിതമായിട്ട് പങ്കുവെക്കുക. നിങ്ങളുടെ പ്രയാസം എൻ്റെ പ്രയാസമാണ്, നിങ്ങൾ കടന്നു പോകുന്ന ദുഃഖം എൻ്റെ ദുഃഖമാണ്, എൻ്റെ ദുഃഖം നിങ്ങളുടെ ദുഃഖമാണ്, എൻ്റെ സന്തോഷം നിങ്ങളുടെ സന്തോഷമാണ്. സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കണം, അല്ലേ? ദുഃഖിക്കുന്നവരോട് ദുഃഖിക്കണം. നമ്മൾ ഒന്നാണ്. നമ്മളൊക്കെ അങ്ങനെ ജീവിച്ചിരുന്നത് എങ്ങനെ ഉണ്ടായിരുന്നേനെ? ഇപ്പം നിങ്ങളുടെ ഭാര്യയും ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഒരുമിച്ചല്ലേ ഫേസ് ചെയ്യുന്നത്? നമ്മളെല്ലാവരും കൂടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഒരുമിച്ച് അങ്ങ് ഡീൽ ചെയ്ത് എങ്ങനെ ഇരുന്നേനെ? സന്തോഷമല്ലേ? അതാണ് സഭ. അതുകൊണ്ട് തന്നെ സഭ 3000 പേരും 4000 പേരും അടങ്ങിയത് സഭയാകാൻ പറ്റത്തില്ല. ഇവിടെ തന്നെ വായിച്ച് 3000 പേര്. പക്ഷേ ഇവരെല്ലാവരും കൂടെ 3000 പേരും കൂടെ കൂട്ടായ്മ ആചരിച്ചോ? ഇല്ല. അവർ ഭവനങ്ങളിൽ ചെറുകൂട്ടങ്ങളായി കൂടി. അതുകൊണ്ട് തന്നെ ഈ മെഗാ ചർച്ച ചുമ്മാ പേരിന് കൊള്ളാം, പ്രസംഗകന് ഇഷ്ടപ്പെടും. 3000 പേരുണ്ട്, പ്രസംഗം കേട്ടു, യൂട്യൂബിലൂടെ കേട്ടു. അതൊന്നും സഭയല്ല. സഭയെന്ന് പറഞ്ഞാൽ അന്യോന്യം അറിയാൻ പറ്റുന്നൊരു നമ്പർ ആയിരിക്കണം, ഒരു 50. അതിൽ കൂടുതലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരിടയനും ഇടയ ശുശ്രൂഷയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ചുമ്മാ ആരൊക്കെ വന്നേച്ച് പോകുന്നു, അത്രയേ ഉള്ളൂ, അല്ലേ? അപ്പോൾ കൂട്ടായ്മ ഉണ്ടോ? അടുത്ത എന്താ കൂട്ടായ്മ കഴിഞ്ഞ്? അപ്പം നുറുക്കി, അല്ലേ? അപ്പോൾ അവർ ഒന്നിച്ച് അപ്പം നുറുക്കി. അത് ഈ കാർമ്മിക ശുശ്രൂഷകളെ സൂചിപ്പിക്കുന്നതാണ്. മാത്രമല്ല കർത്താവിൻ്റെ മരണത്തെ അവർ ഓർത്ത് ഒന്നിച്ച് നന്ദി സൂചകമുള്ളൊരു കുടുംബമായിരുന്നു. ഇനി അവസാനം പ്രാർത്ഥിച്ചു. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം. അല്ലാതെ പ്രാർത്ഥനാ മീറ്റിങ്ങിന് 10 പേര് കൂടി, അല്ലേ? പല സഭകളിലും പ്രാർത്ഥനാ മീറ്റിംഗാണ് ഏറ്റവും കുറച്ച് പേരുള്ളത്. 10 പേര് വന്നു. എത്ര പേരുണ്ട് സഭയിൽ? 3000 പേരുണ്ട്. സഭയിൽ എത്ര പേര് പ്രാർത്ഥിക്കുന്നു? 10 പേര്. അങ്ങനല്ലേ, എല്ലാവരും വന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന സഭയെ പഠിപ്പിക്കണം, അല്ലേ? അപ്പോൾ കണ്ടോ, ഇതെല്ലാമാണ് പുതിയ ഈ സ്നാനത്തിലൂടെ പുതുസൃഷ്ടിയായ വ്യക്തിയുടെ സമൂഹം. അല്ലാതെ ഒരുമിച്ച് കൂടി സിനിമയ്ക്ക് പോയി, ഒരുമിച്ച് കൂടി കറങ്ങാൻ പോയി, അതൊന്നും അവിടെ പറഞ്ഞിട്ടില്ല, അല്ലേ? ഇനി എൻ്റെ ലോകം ഇതാണ്, ആത്മീയ കൂട്ടായ്മ. ഒന്നിച്ചുകൂടി ഉപദേശം പഠിക്കുക, പ്രാർത്ഥിക്കുക, അന്യോന്യ സഹോദരങ്ങളെ സ്നേഹിക്കുക. സഹോദര സംഘത്തിൻ്റെ ഇടയിലാണ് ഞാൻ, അല്ലേ? അപ്പോൾ കണ്ടോ, സ്നാനം എന്തെല്ലാം പുതുക്കത്തിൻ്റെ 5 കാര്യങ്ങൾ നമ്മൾ കണ്ടല്ലേ? പുതിയ വ്യക്തിത്വം, പുതിയ നടപ്പ്, അല്ലേ? പുതിയ ചിട്ട, പിന്നെ പുതിയ ഇരിപ്പ്, പിന്നെ പുതിയ സമൂഹം. 5 കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ജീവിതത്തിൻ്റെ പുതുക്കമാണ് സ്നാനത്തിലൂടെ കടന്നു വന്നിരിക്കുന്നത്. ഇതിലേറ്റവും കാതലായ വിഷയം രണ്ടാമത് പറഞ്ഞതാണ് പുതിയ നടപ്പ്, അല്ലേ? പുതിയ നടപ്പ്. അതുണ്ടോ? വിശുദ്ധ ജീവിതത്തിൽ സ്നാനം നിങ്ങളെ സഹായിക്കുന്നുണ്ടോ? നിങ്ങൾ സ്നാനത്തെക്കുറിച്ച് ആലോചിക്കാറുണ്ടോ? എൻ്റെ പഴയ മനുഷ്യനെ സംബന്ധിച്ച് ഞാൻ മരിച്ചു, അല്ലേ? നമ്മൾ നേരത്തെ പാടി പിശാചിന് എന്നെ തൊടുവാൻ കഴിയത്തില്ല. എന്തുകൊണ്ട് തൊടാൻ കഴിയത്തില്ല? അവൻ്റെ അധീനതയിൽ നിന്ന് ഞാൻ മോചിക്കപ്പെട്ടു. എന്ന് മോചിക്കപ്പെട്ടു? ഞാൻ മരിച്ച ദിവസം മോചിക്കപ്പെട്ടു, അല്ലേ? പാപത്തിൽ നിന്ന് എപ്പോൾ മോചനം വന്നു? റോമാലേഖനം 6:7 പറഞ്ഞിരിക്കുന്നത് മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചിക്കപ്പെട്ടു. എപ്പോൾ മരിച്ചു? സ്നാനത്തിലൂടെ കർത്താവുമായിട്ട് ഏകീഭവിച്ച് മരിച്ചവൻ പാപത്തിൽ നിന്ന്, പാപത്തിൻ്റെ ആ അടിമത്തത്തിൽ നിന്ന് നമ്മൾ വിടുവിക്കപ്പെട്ടു. അപ്പോൾ കണ്ടോ, പാപത്തിന് എന്നെ തൊടാൻ കഴിയത്തില്ല, ലോകത്തിന് എന്നെ തൊടാൻ കഴിയത്തില്ല, പിശാചിന് എന്നെ തൊടാൻ കഴിയത്തില്ല. കാരണം എന്താ? ഞാൻ സ്നാനത്തിലൂടെ വിടുവിക്കപ്പെട്ടു. നിങ്ങളതൊക്കെ ആലോചിക്കാറുണ്ടോ? നിങ്ങളുടെ പോരാട്ടത്തിൽ, ആത്മീയ പോരാട്ടത്തിൽ ഈ പറയുന്ന പ്രലോഭനം ഞാൻ അനുസരിക്കേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ വിടുവിക്കപ്പെട്ടവനാണ്. അയ്യോ, എന്ന് വിടുവിക്കപ്പെടും? ആ സ്നാനപ്പെട്ട തീയതി പിശാചിനെ കാണിച്ചു കൊടുക്കും. അതാ, ഞാൻ ഇനി നിൻ്റെ കീഴിലല്ല കേട്ടോ, ഇത് പുതിയ ഐഡൻറ്റിറ്റി, അല്ലേ? ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ ചിലർ നാട് വിട്ട് വേറെ ദേശത്ത് പോയി സിറ്റിസൺഷിപ്പ്. ഇനി ഇവിടെ നമ്മുടെ നാട്ടിൽ എന്ത് കോലാഹലമുണ്ടായാലും അവർക്ക് ക്രിസ്ത്യാനികളെ പിടിച്ച് ജയിലിടുന്നു പറഞ്ഞാൽ ഇതാ ഞാൻ വേറെ രാജ്യത്തായി പോകും എന്ന് പറയുന്ന പോലെ വേറെ രാജ്യത്തിൻ്റെ അംഗങ്ങളായി നമ്മൾ. അപ്പോൾ ഇതൊക്കെ ചിന്തിക്കുക. സ്നാനത്തെക്കുറിച്ച് കൂടുതൽ ആഴമായ ജ്ഞാനം ദൈവമായിട്ട് പകരട്ടെ. യേശു ക്രിസ്തുമായിട്ട് ചേർന്ന് നടക്കുവാൻ, അല്ലേ, വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഈ ചിന്തകൾ നിങ്ങളെ സഹായിക്കട്ടെ. ആരെങ്കിലും ഒരാൾ ഈ വചനത്തോട് പ്രതികരിച്ചൊന്ന് പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞ് ഞാനൊന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഈ യോഗ അവസാനിപ്പിക്കാം.